അക്കാഡമിയുടെ ഏറ്റവും പുതിയ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറ്റാലിസിസ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നോക്കാം. ഫസ്റ്റ്, എന്താണ് ഒരു കാറ്റലിസ്റ്റ്? കാറ്റലിസ്റ്റിൻ്റെ മലയാളം ഉൽപ്രേരകം എന്നൊക്കെ പറയാറുണ്ട്, പ്രേരകങ്ങൾ എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ കാറ്റലിസ്റ്റ് എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം. എ കാറ്റലിസ്റ്റ് ഈസ് എ സബ്സ്റ്റൻസ് which alters the speed of a chemical reaction without itself undergoing any chemical change, and the phenomena is known as catalysis. Very simple ആണ്. കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റൻസ് which alters the speed of a chemical reaction. Alter means either increase or decrease. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഒരു രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുവാൻ കഴിവുള്ള വസ്തുക്കളെയാണ് എന്ത് വിളിക്കുന്നത്? കാറ്റലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. പക്ഷെ ശ്രദ്ധിക്കുക ഒരു കാര്യം, വിത്തൗട്ട് ഇറ്റ് സെൽഫ് അണ്ടർഗോയിങ് എനി കെമിക്കൽ ചേഞ്ച്. അതായത് ആ ഒരു വസ്തുവിന് രാസപ്രവർത്തനത്തിന് ശേഷം യാതൊരുവിധ കെമിക്കൽ ചേഞ്ചും ഉണ്ടാകുവാൻ പാടില്ല. എങ്ങനെയാണോ നമ്മൾ രാസപ്രവർത്തനത്തിൽ ഇട്ടത് അതുപോലെ തന്നെ രാസപ്രവർത്തനം കഴിയുമ്പോഴും നമുക്ക് കിട്ടണം. യാതൊരുവിധ കെമിക്കൽ ചേഞ്ചും അതിനുണ്ടാകാൻ പാടില്ല. അതിനുശേഷം ആ വസ്തു ആ രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ ത്വരിതപ്പെടുത്തുക, ദാറ്റ് മീൻസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ വസ്തുവിനെ നമുക്ക് എന്ത് വിളിക്കാം? കാറ്റലിസ്റ്റ് എന്ന് വിളിക്കാം. ആ ഫിനോമിനയെ, ഓക്കെ, ആ ഒരു പ്രക്രിയയെ നമുക്ക് എന്ത് വിളിക്കാം? കറ്റാലിസിസ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പറയാം, എ കാറ്റലിസ്റ്റ് ഇസ് എ സബ്സ്റ്റൻസ് വിച്ച് alters മീൻസ് എയ്തർ ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ സ്പീഡ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, വിത്തൗട്ട് ഇറ്റ് സെൽഫ് അണ്ടർഗോയിങ് എ കെമിക്കൽ ചേഞ്ച്, ആൻഡ് ദ ഫിനോമിന ഈസ് നോൺ ആസ് കറ്റാലിസിസ്. ഓക്കെ, ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2KClO3. ശ്രദ്ധിക്കുക, 2KClO3. ഇവിടെ I ഇല്ല, ഓക്കെ, L ഇല്ല. 2KClO3 gives 2KCl plus 3O2. ശ്രദ്ധിക്കുക, ഇതൊരു സിമ്പിൾ റിയാക്ഷനാണ്. പൊട്ടാസ്യം ക്ലോറേറ്റ് ഡീകമ്പോസ് ചെയ്ത് എന്താണ് പൊട്ടാസ്യം ക്ലോറൈഡും ഓക്സിജനുമായിട്ട് മാറുന്ന ഒരു സിമ്പിൾ റിയാക്ഷൻ. ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, ഇൻ ദ എബോവ് റിയാക്ഷൻ MnO2 ആക്ട് ആസ് കാറ്റലിസ്റ്റ്. അതായത് ഈ ഒരു റിയാക്ഷനിൽ, ഈ ഒരു രാസപ്രവർത്തനത്തിൽ മാംഗനീസ് ഡയോക്സൈഡ് ആണ് എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? പൊട്ടാസ്യം ക്ലോറൈഡ് ഡീകമ്പോസ് ചെയ്ത് പൊട്ടാസ്യം ക്ലോറൈഡും ഓക്സിജനുമായിട്ട് മാറുമ്പോൾ ആ ഒരു രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുവാൻ കഴിവുള്ള ഒരു വസ്തു ഇവിടെ ഏതാണ്? മാംഗനീസ് ഡയോക്സൈഡ് ആണ്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ എന്താണ് കാറ്റലിസ്റ്റ്, എന്താണ് കറ്റാലിസിസ്? ക്ലിയർ. എ കാറ്റലിസ്റ്റ് ഇസ് എ സബ്സ്റ്റൻസ് വിച്ച് alters മീൻസ് either increase or decrease the rate of a chemical reaction. റേറ്റ് എന്ന് വേണമെങ്കിലും പറയാം, അല്ലെങ്കിൽ സ്പീഡ് എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ വിത്തൗട്ട് ഇറ്റ് സെൽഫ് അണ്ടർഗോയിങ് എ കെമിക്കൽ ചേഞ്ച്, ആൻഡ് ദ ഫിനോമിന ഈസ് നോൺ ആസ് കറ്റാലിസിസ്. ക്ലിയർ ആണല്ലോ? അപ്പം പൊട്ടാസ്യം ക്ലോറേറ്റ് ഡീകമ്പോസ് ചെയ്ത പൊട്ടാസ്യം ക്ലോറൈഡും ഓക്സിജനുമായിട്ട് മാറുന്ന റിയാക്ഷനിൽ ആരാണ് കാറ്റലിസ്റ്റ്? മറക്കരുത്, ഇറ്റ് ഈസ് MnO2, മാംഗനീസ് ഡയോക്സൈഡ്. ഓക്കെ, യെസ്. നോക്കാം, ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാറ്റലിറ്റിക് റിയാക്ഷൻ. അതായത് ഒരു കാറ്റലിറ്റിക് റിയാക്ഷൻ്റെ ജനറൽ ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. നമ്പർ 1, the catalyst remains unchanged in mass and in chemical composition at the end of the reaction. അതായത് രാസപ്രവർത്തനത്തിന് ശേഷം കാറ്റലിസ്റ്റിൻ്റെ മാസിൽ അതുപോലെ തന്നെ കെമിക്കൽ കോമ്പോസിഷനിൽ യാതൊരുവിധ ചേഞ്ചും വരുവാൻ പാടില്ല. അപ്പോൾ എങ്ങനെ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു, എങ്ങനെയാണോ നാം കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുന്നത് അതേ മാസിലും അതേ കെമിക്കൽ കോമ്പോസിഷനിലും യാതൊരുവിധ കെമിക്കൽ ചേഞ്ചും സംഭവിക്കാത്ത രീതിയിൽ തന്നെ നമുക്ക് കാറ്റലിസ്റ്റിനെ അവസാനം കിട്ടണം. ഓക്കെ, അതാണ് ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇടുന്ന കാറ്റലിസ്റ്റിൻ്റെ മാസിലും കെമിക്കൽ കോമ്പോസിഷനിലും യാതൊരുവിധ ചേഞ്ചും വരുവാൻ പാടില്ല. ഓക്കെ, രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്, only a small quantity of catalyst is generally needed.
അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ ഒരുപാട് റിയാക്റ്റൻസിലും കൂടുതൽ കാറ്റലിസ്റ്റ് ആഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, തൊട്ട് മുമ്പ് പറഞ്ഞ പൊട്ടാസ്യം ക്ലോറൈഡ് ഡീകമ്പോസിഷൻ റിയാക്ഷനിൽ എ പിഞ്ച് ഓഫ് MnO2 ആണ് ഈസ് ആഡഡ്. അതായത് വളരെ മൈന്യൂട്ട് ക്വാണ്ടിറ്റി കാറ്റലിസ്റ്റ് ആഡ് ചെയ്താൽ മതി. ക്ലിയർ? അതാണ് രണ്ടാമത്തെ പോസ്റ്റുലേറ്റ്സ്. എന്താണ്? എ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് കാറ്റലിസ്റ്റ് ഈസ് നീഡഡ്. ഓക്കെ, മൂന്നാമത്തെ പോസ്റ്റുലേറ്റ്സ് നോക്കാം. എ കാറ്റലിസ്റ്റ് കനോട്ട് ഇനിഷ്യേറ്റ് എ റിയാക്ഷൻ. The function of a catalyst is only to alter the speed of the reaction which is already occurring at a particular rate. അതായത് കാറ്റലിസ്റ്റിന് ഒരിക്കലും ഒരു റിയാക്ഷനെ ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് റിയാക്റ്റൻസ് റിയാക്ട് ചെയ്ത് പ്രോഡക്റ്റായി മാറുക. നമ്മൾ ഏതൊരു റിയാക്ഷൻ നടക്കുകയാണെങ്കിലും ശ്രദ്ധിക്കുക, ഒരു റിയാക്ഷൻ എന്ന് പറയുമ്പോഴേ അവിടെ 3 കാര്യങ്ങളാണ്. ഒന്ന് റിയാക്റ്റൻസ്, അഭികാരകങ്ങൾ എന്ന് പറയും. ഓക്കെ, റിയാക്റ്റൻസ് എന്തായിട്ട് മാറുക? ഉൽപ്പന്നങ്ങളായിട്ട് മാറുക, പ്രോഡക്ട്സ് ആയിട്ട് മാറുക. ഓക്കെ, റിയാക്റ്റൻസ് എന്തായിട്ട് മാറുക? റിയാക്ട് ചെയ്ത് പ്രോഡക്ട്സ് ആയിട്ട് മാറുക. ആ പ്രോഡക്ട്സ് ആവാനുള്ള സ്പീഡ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്ന ആളാണ് ആര്? കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരിക്കലും ഈ കാറ്റലിസ്റ്റിന് ആ റിയാക്ഷനെ ഇനിഷ്യേറ്റ് ചെയ്യുവാൻ സാധിക്കില്ല. റിയാക്റ്റൻസ് തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത് റിയാക്ട് ചെയ്താണ് പ്രോഡക്ട്സ് ഉണ്ടാകുന്നത്. ഓക്കെ, കാറ്റലിസ്റ്റ് ഒരിക്കലും ഇനിഷ്യേറ്റ് ചെയ്യാൻ സാധ്യമല്ല എന്നുള്ള കാര്യം ഓർക്കുക. ദെൻ നാലാമത്തെ പോസ്റ്റുലേറ്റ്സ്, എ കാറ്റലിസ്റ്റ് ഡസ് നോട്ട് ആൾട്ടർ ദ പൊസിഷൻ ഓഫ് ഇക്വിലിബ്രിയം ഇൻ എ റിവേഴ്സിബിൾ റിയാക്ഷൻ. അതായത് കാറ്റലിസ്റ്റിന് ഇക്വിലിബ്രിയത്തിൻ്റെ യാതൊരുവിധ പൊസിഷനും ചേഞ്ച് ചെയ്യാൻ സാധ്യമല്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോസ്റ്റുലേറ്റ്, ദ കാറ്റലിസ്റ്റ് ഈസ് ജനറലി സ്പെസിഫിക് ഇൻ ആക്ഷൻ. അതായത് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സ്പെസിഫിക് ആയിട്ട് കാണുന്നിടത്തെല്ലാം പോയി റിയാക്ട് ചെയ്യുന്ന ആളല്ല, വളരെ സ്പെസിഫിക് ആക്ഷനുള്ള സബ്സ്റ്റൻസ് ആണ് കാറ്റലിസ്റ്റ്. അപ്പോൾ 5 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്തിനെക്കുറിച്ച് പറഞ്ഞത്? നമ്മൾ കാറ്റലിസ്റ്റിൻ്റെ ജനറൽ പ്രോപ്പർട്ടീസ് പറഞ്ഞു, 5 പ്രോപ്പർട്ടീസ് പറഞ്ഞു. നമ്പർ 1 പറഞ്ഞോളൂ. യെസ്, കാറ്റലിസ്റ്റിൻ്റെ മാസിലും കെമിക്കൽ കോമ്പോസിഷനിൽ യാതൊരുവിധ ചേഞ്ചും വരുവാൻ പാടില്ല. നമ്പർ 2, സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് catalyst is needed for a chemical reaction. Number 3 പറഞ്ഞോളൂ. യെസ്, കാറ്റലിസ്റ്റിന് ഒരിക്കലും ഒരു റിയാക്ഷനെ ഇനിഷ്യേറ്റ് ചെയ്യാൻ സാധിക്കില്ല. നമ്പർ 4, ഇക്വിലിബ്രിയത്തിൻ്റെ പൊസിഷൻ കാറ്റലിസ്റ്റിനെ മാറ്റുവാൻ സാധിക്കില്ല. ലാസ്റ്റ് പറഞ്ഞു, കാറ്റലിസ്റ്റ് സ്പെസിഫിക് ഇൻ ആക്ഷൻ ആണ്. ഓക്കെ, സോ ദീസ് ആർ ദി ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാറ്റലിസ്റ്റ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്താണ് കാറ്റലിസ്റ്റ്, എന്താണ് കറ്റാലിസിസ്, എന്താണ് ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് കാറ്റലിസ്റ്റ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് പറയുന്നു ടൈപ്സ് ഓഫ് കാറ്റലിറ്റിക് റിയാക്ഷൻ. കാറ്റലിറ്റിക് റിയാക്ഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രധാനമായിട്ടും കാറ്റലിറ്റിക് റിയാക്ഷനെ 2ആയിട്ട് തരംതിരിക്കാം. കാറ്റലിറ്റിക് റിയാക്ഷൻ പ്രധാനമായിട്ടും 2ആയിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ്? നമ്പർ 1, ഹോമോജീനസ് കറ്റാലിസിസ്. നമ്പർ 2, ഹെറ്ററോജീനസ് കറ്റാലിസിസ്. Number 1, homogeneous catalysis. Number 2, heterogeneous catalysis. Okay, അപ്പോൾ ഓരോന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കുന്നു ഹോമോജീനസ് കറ്റാലിസിസ്. ഒന്നാമത്തെ എന്താണ്? ഹോമോജീനസ് കറ്റാലിസിസ് ആണ്. നോക്കാം. ഇൻ ദീസ് റിയാക്ഷൻസ് ദ റിയാക്റ്റൻസ് ആൻഡ് കാറ്റലിസ്റ്റ് റിമൈൻ ഇൻ ദ സെയിം ഫേസ്. ദ ഫോളോയിങ് ആർ ദ സം ഓഫ് ദ എക്സാമ്പിൾസ് ഓഫ് ഹോമോജീനസ് കറ്റാലിസിസ്. അതായത് സിമ്പിളാണ്. ഹോമോജീനസ് എന്ന് പറഞ്ഞാൽ ഹോമോ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സെയിം എന്നാണ്. സെയിം അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് വേണമെങ്കിലും പറയാം. സെയിം. ഹോമോജീനസ് കാറ്റലിസിസ് എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻസും കാറ്റലിസ്റ്റും സെയിം ഫേസിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി വാട്ട് ഈസ് ഹെറ്ററോജീനസ് കറ്റാലിസിസ് അല്ലേ? സിമ്പിളായിട്ട് പറഞ്ഞു, റിയാക്റ്റൻസും കാറ്റലിസ്റ്റും ഡിഫറൻറ്റ് ഫേസിലായിരിക്കും. ഓക്കെ, ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുമ്പോൾ കൂടുതൽ ക്ലിയർ ആവും. എക്സാമ്പിൾ, ഓക്സിഡേഷൻ ഓഫ് SO2 to SO3 with oxygen in the presence of nitric oxide as a catalyst in the lead chamber process. ഓർക്കുക, ലെഡ് ചേംബർ പ്രോസസ് എന്ന് കേൾക്കുമ്പോഴേ ഓർത്ത് വെച്ചിരിക്കുക, ഇറ്റ് ഈസ് എ മാനുഫാക്ചർ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ, ലെഡ് ചേംബർ പ്രോസസ് എന്ന് പറഞ്ഞാൽ മാനുഫാക്ചർ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ആണ് ലെഡ് ചേംബർ പ്രോസസ്. അപ്പോൾ ഹിയർ
SO2-നെ SO3 ആക്കി മാറ്റുന്നു. SO2 to SO3 എന്തിൻ്റെ പ്രസൻസിലാണ്? ഓക്സിജന്റെ പ്രസൻസിൽ. ഓക്കെ, ശ്രദ്ധിക്കുക, ഇവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നൈട്രിക് ഓക്സൈഡ് ആണ്. അതായത് സൾഫ്യൂരിക് ആസിഡിൻ്റെ മാനുഫാക്ചറിങ്ങിൽ SO2-നെ SO3 ആക്കുന്ന ഒരു സ്റ്റെപ്പുണ്ട്. ഓക്കെ, സൾഫർ ഡയോക്സൈഡ് സൾഫർ ട്രൈ ഓക്സൈഡ് ആയിട്ട് മാറുന്നൊരു സ്റ്റെപ്പുണ്ട്. ആ ഒരു സ്റ്റെപ്പിൽ SO2 ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ നൈട്രിക് ആസിഡ് എന്ത് ചെയ്യാറുണ്ട്? ആഡ് ചെയ്യാറുണ്ട്, കാറ്റലിസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യാറുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഹിയർ SO2 ഇവിടെ എഴുതിയിട്ടുണ്ട് SO2 ഇറ്റ് ഈസ് ഇൻ ഗേഷ്യസ് ഫോം. എഴുതിയിരിക്കുന്ന ഫോർമുല ഇതാണ്. ഡോണ്ട് നോ ഇസ് ഇറ്റ് ക്ലിയർ? 2SO2 plus O2 gives മുകളിൽ NO നൈട്രിക് ഓക്സൈഡ് gives 2SO3. ഇതാണ് ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് സൾഫർ ഡയോക്സൈഡ് ഓക്സിജനുമായിട്ട് റിയാക്ട് സൾഫർ ട്രൈഓക്സൈഡ് ആയിട്ട് മാറുന്നു. സിമ്പിൾ. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഇറ്റ് ഈസ് ഹോമോജീനസ് കറ്റാലിസിസ്. ദാറ്റ് മീൻസ് ഹിയർ ദ റിയാക്റ്റൻസ് ആർ SO2 ആൻഡ് O2. ഇവിടെ റിയാക്റ്റൻസ് ആരൊക്കെയാണ്? SO2 O2 ആണ്. ബോത്ത് റിയാക്റ്റൻസ് ആർ ഇൻ ഗേഷ്യസ് ഫോം. ഓക്കെ, രണ്ട് റിയാക്റ്റൻസും എന്താണ്? ഗേഷ്യസ് ഫോമിലാണ്. ദെൻ ഇവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ആരാണെന്നാണ് പറഞ്ഞത്? നൈട്രിക് ഓക്സൈഡ്. ലെഡ് ചേംബർ പ്രോസസ്സിൽ നൈട്രിക് ഓക്സൈഡ് ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കും എന്നുള്ള കാര്യം ഓർക്കുവച്ചിരിക്കാം. സോ ഹിയർ SO2 ഓക്സിജനുമായിട്ട് റിയാക്ട് SO3 ആകുമ്പോൾ നൈട്രിക് ആസിഡ് യൂസ് ചെയ്യുന്നു. ദ കാറ്റലിസ്റ്റ് ആൾസോ ഈസ് ഇൻ ദി ഗേഷ്യസ് ഫോം. ഇപ്പം ക്ലിയർ ആയി കാണും അല്ലേ? റിയാക്റ്റൻസും catalystum same phase, both are in gaseous phase. Okay, so this is an example of homogeneous catalysis. Clear ആണല്ലോ? ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? ഹോമോജീനസ് കറ്റാലിസിന് ഒരു ഉദാഹരണമാണ്. ഓക്കെ, സോ ദിസ് ഈസ് ഹോമോജീനസ് കറ്റാലിസിസ്. ഒരു ഹോമോജീനസ് എക്സാമ്പിളിന് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഹോമോജീനസ് കറ്റാലിസിന് മറ്റൊരു എക്സാമ്പിളാണ് ഹൈഡ്രോളിസിസ് ഓഫ് methyl acetate is catalyzed by H+ ions furnished by hydrochloric acid. എന്താണ്? മീഥൈൽ അസറ്റേറ്റിൻ്റെ ഹൈഡ്രോളിസിസ്. CH3COOCH3. ശ്രദ്ധിക്കുക, ദിസ് ഇസ് ലിക്വിഡ് ഫോം. ഇതിന് എന്ത് ചെയ്യാണ്? ഹൈഡ്രോളിസിസ് ആണ്. ഓക്കെ, ദിസ് ഇസ് ആൾസോ ലിക്വിഡ് ഫോം. ഇവിടെ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ആരാണ്? HCl ആണ്. HCl, hydrochloric acid. This is also in liquid form and the product is CH3COOH. എന്താണിത്? എഥനോയിക് ആസിഡ് അല്ലെങ്കിൽ അസറ്റിക് ആസിഡ് എന്ന് പറയാം, പ്ലസ് CH3OH, മെത്തനോൾ. ഓക്കെ ആണല്ലോ? സോ ഇതാണ് ഹോമോജീനസ് കറ്റാലിസിന് മറ്റൊരു എക്സാമ്പിൾ. ഹിയർ ആൾസോ both reactants and also in the catalyst are in same phase, all are in liquid phase. So it is an example for homogeneous catalysis. Okay ആണല്ലോ? അപ്പോൾ രണ്ട് എക്സാമ്പിൾസ് പറഞ്ഞു. നമ്പർ 1 ഒന്നാമത് പറഞ്ഞു ലെഡ് ചേംബർ പ്രോസസ്സിൽ നൈട്രിക് ആസിഡ് യൂസ് ചെയ്യുന്നു. നൈട്രിക് ആസിഡ് യൂസ് ചെയ്യുന്നത് ഏത് ഫോമിലാണ്? നൈട്രിക് ആസിഡ് അല്ല, നൈട്രിക് ഓക്സൈഡ്. ഓക്കെ, ഇൻ ദ ഗേഷ്യസ് ഫോം. ബോത്ത് ആർ ഇൻ ഗേഷ്യസ് ഫോം ആണ്. ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ ഹോമോജീനസ് കറ്റാലിസിസ്. ആൻഡ് ഹിയർ രണ്ടാമത് പറഞ്ഞു ഹൈഡ്രോളിസിസ് ഓഫ് മീഥൈൽ അസറ്റേറ്റ്. മീഥൈൽ അസറ്റേറ്റിൻ്റെ ഹൈഡ്രോളിസിസിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് യൂസ് ചെയ്യാറുണ്ട്. സോ എല്ലാവരും എന്താണ്? ലിക്വിഡ് ഫേസിലാണ്, സെയിം ആണ്. ദറ്റ് ഈസ് ആൾസോ ഹോമോജീനസ് കറ്റാലിസിസ്. ഓക്കെ ആണല്ലോ? യെസ്. ദെൻ ഹെറ്ററോജീനസ് കറ്റാലിസിസ്. സ്വന്തമായിട്ട് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുന്ന ഒന്നാണ് ഹെറ്ററോജീനസ് കറ്റാലിസിസ്. നോക്കേണ്ട കാര്യം പോലുമില്ല. എന്താണ്? ബോത്ത് റിയാക്റ്റൻസ് ആൻഡ് ദ കാറ്റലിസ്റ്റ് ബോത്ത് ആർ ഇൻ ഡിഫറെൻറ്റ് ഫേസ്. സിമ്പിളായിട്ട് പറയാം. ഓക്കെ, നോക്കാം. എ കാറ്റലിക് പ്രോസസ് ഇൻ വിച്ച് ദ റിയാക്റ്റൻസ് ആൻഡ് ദ കാറ്റലിസ്റ്റ് ആർ ഇൻ ഡിഫറെൻറ്റ് ഫേസ് ഈസ് നോൺ ആസ് ഹെറ്ററോജീനസ് കറ്റാലിസിസ്. Some of the examples of heterogeneous catalysis. In heterogeneous catalysis example നോക്കാം. Number 1, oxidation of SO2 to SO3. തൊട്ട് മുമ്പ് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കും. പറഞ്ഞതാണ്. പക്ഷെ ശ്രദ്ധിക്കുക,
ലെഡ് ചേംബർ പ്രോസസ്സിൽ ഒരു സ്റ്റെപ്പിൽ നമുക്ക് നൈട്രിക് ഓക്സൈഡും കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഹിയർ ശ്രദ്ധിക്കുക, SO2 to SO3 in the presence of platinum metal or vanadium pentoxide in the catalyst. പ്ലാറ്റിനം മെറ്റൽ അല്ലെങ്കിൽ വനേഡിയം പെൻഡോക്സൈഡ് കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു ഇൻ ദി കോണ്ടാക്ട് പ്രോസസ് ഫോർ ദി മാനുഫാക്ചർ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. ലെഡ് ചേംബർ പ്രോസസ്സ് നേട്ടാലും കോണ്ടാക്ട് പ്രോസസ്സ് നേട്ടാലും എന്താണ് സൾഫ്യൂരിക് ആസിഡ് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ കോണ്ടാക്ട് പ്രോസസ്സിൽ സെയിം സ്റ്റെപ്പ് നടക്കാറുണ്ട്. SO2 എന്തായിട്ട് മാറുന്നു, SO3 ആയിട്ട് മാറും. ബട്ട് ശ്രദ്ധിക്കുക, ഇവിടെ പ്ലാറ്റിനം മെറ്റൽ അല്ലെങ്കിൽ വനേഡിയം പെൻഡോക്സൈഡ് എന്തായിട്ട് യൂസ് ചെയ്യും, കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഹിയർ SO2 ആൻഡ് O2 എഴുതിയിരിക്കുന്നത് 2SO2 in the gaseous form plus O2 in the gaseous form, platinum in the solid state, 2SO3. ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, ഹിയർ the reactants are in gaseous form but the catalyst is in solids form. Okay, so both are in different phase, so it is an example for heterogeneous catalysis. എന്തിന് എക്സാമ്പിൾ ആണ്, ഹെറ്ററോജീനസ് കറ്റാലിസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ ആണല്ലോ. ദെൻ മറ്റൊരു എക്സാമ്പിൾ കൂടി നോക്കാം. കോമ്പിനേഷൻ ബിറ്റ്വീൻ നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ ഇൻ ദ ഫോം ഓഫ് അമോണിയ. അമോണിയ, നൈട്രജനും ഹൈഡ്രജനോട് ചേർന്ന് അമോണിയ ഉണ്ടാകുന്ന കേൾക്കുമ്പോഴേ ആ പ്രോസസ്സിൻ്റെ പേര് ഓർത്ത് വെച്ചിരിക്കുക, ഇറ്റ് ഈസ് ഹേബർ പ്രോസസ്. ഓക്കെ, അപ്പോൾ അമോണിയയും നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ ഉണ്ടാകുന്നു. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്, സ്പോഞ്ചി അയൺ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ. നോക്കാം, കോമ്പിനേഷൻ ബിറ്റ്വീൻ നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ ടു ഫോം അമോണിയ ഇൻ ദ പ്രസൻസ് ഓഫ് ഫൈൻലി ഡിവൈഡഡ് അയൺ ഇൻ ഹെർബേഴ്സ് പ്രോസസ്. ഓക്കെ, അപ്പോൾ ഫൈൻലി ഡിവൈഡഡ് ആയിട്ടുള്ള അയൺ അല്ലെങ്കിൽ സ്പോഞ്ചി അയൺ എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, ഹേബർ പ്രോസസ്. ഇവിടെ അയൺ ആണ് കാറ്റലിസ്റ്റ്, നൈട്രജനും ഹൈഡ്രജനും എന്താണ്, ഗേഷ്യസ് ഫോം ആണ്. ബട്ട് ആഡ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ഏതാണ്, സോളിഡ് ഫേസ് ആണ്. ഓക്കെ, യെസ്. സോ എന്താണ്, ഹെറ്ററോജീനസ് കറ്റാലിസിസ്. ഓക്കെ ആണല്ലോ. അപ്പം നമ്മൾ എന്താണ് കാറ്റലിസ്റ്റ്, കറ്റാലിസിസ്, രണ്ട് ടൈപ്പ് കറ്റാലിസിസ് ഏതൊക്കെയാണ്, ഹോമോജീനസ് കറ്റാലിസിസ് ആൻഡ് ഹെറ്ററോജീനസ് കറ്റാലിസിസ്. മറക്കരുത്, ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാറ്റലിറ്റിക് റിയാക്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. ഓക്കെ, സോ മൂവിങ് ടു ദി നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് ടൈപ്സ് ഓഫ് കാറ്റലിസ്റ്റ്. എന്താണ് ടൈപ്സ് ഓഫ് കാറ്റലിസ്റ്റ്? പ്രധാനമായിട്ടും 4 ടൈപ്പ് കാറ്റലിസ്റ്റ്, ഒരുപാട് ടൈപ്പ് കാറ്റലിസ്റ്റുകളുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലായിടത്തും കാണുന്ന ക്വസ്റ്റ്യനിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ടൈംസ് ആണ്. നമ്പർ 1 പോസിറ്റീവ് കാറ്റലിസ്റ്റ്, നമ്പർ 2 നെഗറ്റീവ് കാറ്റലിസ്റ്റ്, നമ്പർ 3 ഔട്ടോ കാറ്റലിസ്റ്റ്, നമ്പർ 4 ഇൻഡ്യൂസ്ഡ് കാറ്റലിസ്റ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ച് ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടും. പോസിറ്റീവ് കാറ്റലിസ്റ്റ്, നെഗറ്റീവ് കാറ്റലിസ്റ്റ്, ഔട്ടോ കാറ്റലിസ്റ്റ് ആൻഡ് ഇൻഡ്യൂസ്ഡ് കാറ്റലിസ്റ്റ്. ഓരോന്നും നമുക്ക് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് പോസിറ്റീവ് കാറ്റലിസ്റ്റ്. പോസിറ്റീവ് കാറ്റലിസ്റ്റ് ഞാൻ പറയും, നെഗറ്റീവ് കാറ്റലിസ്റ്റ് നിങ്ങൾ പറയണം. ഓക്കെ, പോസിറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ, എ കാറ്റലിസ്റ്റ് വിച്ച് എൻഹാൻസസ് ദ സ്പീഡ് ഓഫ് ദ റിയാക്ഷൻ ഈസ് കോൾഡ് പോസിറ്റീവ് കാറ്റലിസ്റ്റ് ആൻഡ് ദ ഫിനോമിന ഈസ് നോൺ ആസ് പോസിറ്റീവ് കറ്റാലിസിസ്. എളുപ്പമല്ലേ? എന്താണ് ഞാൻ പറഞ്ഞു, ഒരു കാറ്റലിസ്റ്റ് എന്ന് പറയുമ്പോൾ സ്പീഡിനെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ കഴിയുന്ന വസ്തുവാണ്. ഓക്കെ, അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡിനെ എൻഹാൻസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് കാറ്റലിസ്റ്റ് ഈസ് നോൺ ആസ് പോസിറ്റീവ് കാറ്റലിസ്റ്റ്. ഓക്കെ, അങ്ങനെയുള്ള കാറ്റലിസ്റ്റിനെ നമുക്ക് എന്ത് വിളിക്കാം? പോസിറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് വിളിക്കാം. ദാറ്റ് മീൻസ് പോസിറ്റീവ് റെസ്പോൺസ് ആണ്. റിയാക്ഷൻ്റെ റേറ്റ് അല്ലെങ്കിൽ റിയാക്ഷൻ്റെ സ്പീഡ് എന്ത് ചെയ്യാണ്? കൂട്ടുകയാണ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ നോക്കാം. ഡീകമ്പോസിഷൻ ഓഫ് H2O2 ഇൻ പ്രസൻസ് ഓഫ് കൊളോയിഡൽ പ്ലാറ്റിനം. അതായത് ഇവിടെ H2O2 2H2O2 H2O2 എന്താണ് ഡീകമ്പോസ് ചെയ്ത് എന്തായിട്ട് മാറുക? H2O ആയിട്ടും O2 ആയിട്ടും മാറുക. ഓക്കെ, അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കൊളോയിഡൽ പ്ലാറ്റിനമാണ്. കൊളോയിഡൽ പ്ലാറ്റിനമാണ്. എന്താണ് ഇവിടെ സംഭവിക്കുക? ഡീകമ്പോസിഷൻ്റെ
നിരക്ക് അല്ലെങ്കിൽ വേഗത എന്ത് ചെയ്യും? കൊളോയിഡൽ പ്ലാറ്റിനം കാറ്റലിസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ കൂടും. ക്ലിയർ ആണല്ലോ? കൊളോയിഡൽ പ്ലാറ്റിനം കാറ്റലിസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഡീകമ്പോസിഷൻ ഓഫ് H2O2 എന്ത് ചെയ്യും? കൂടും. അതിൻ്റെ റിയാക്ഷൻ്റെ റേറ്റ് അല്ലെങ്കിൽ റിയാക്ഷൻ്റെ സ്പീഡ് കൂടും. ദാറ്റ് ഈസ് വൈ കൊളോയിഡൽ പ്ലാറ്റിനം ഈസ് കോൾഡ് എ പോസിറ്റീവ് കാറ്റലിസ്റ്റ് ഇൻ ദിസ് റിയാക്ഷൻ. ഓക്കെ, ഈ ഒരു റിയാക്ഷനിൽ കൊളോയിഡൽ പ്ലാറ്റിനം എന്ന് പറയുന്നത് എന്താണ്? ഒരു പോസിറ്റീവ് കാറ്റലിസ്റ്റ് ആണ്. കാരണം റിയാക്ഷൻ്റെ വേഗത കൂട്ടുകയാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ നെഗറ്റീവ് കാറ്റലിസ്റ്റ് നിങ്ങൾ തന്നെ പറയൂ, പറഞ്ഞോളൂ. പോസിറ്റീവ് കാറ്റലിസ്റ്റ് മറ്റൊരു എക്സാമ്പിളൂടെ പറയാം, മറക്കണ്ട. ഡീകമ്പോസിഷൻ ഓഫ് KClO3 ഇൻ ദ പ്രസൻസ് ഓഫ് മാംഗനീസ് ഡയോക്സൈഡ്. ഓൾറെഡി നമ്മൾ കാറ്റലിസ്റ്റ് പറഞ്ഞപ്പോൾ ഈ എക്സാമ്പിളാണ് പറഞ്ഞത് അല്ലേ? പൊട്ടാസ്യം ക്ലോറൈറ്റിനെ ഡീകമ്പോസ് ചെയ്യുമ്പോൾ മാംഗനീസ് ഡയോക്സൈഡ് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ? മാംഗനീസ് ഡയോക്സൈഡ് ഈസ് ആൾസോ എ പോസിറ്റീവ് കാറ്റലിസ്റ്റ് ബിക്കോസ് ഇതിൻ്റെ ഡീകമ്പോസിഷൻ്റെ റേറ്റ് അല്ലെങ്കിൽ വേഗത എന്ത് ചെയ്യും? കൂട്ടുന്ന ആളാണ് മാംഗനീസ് ഡയോക്സൈഡ്. പെർഫെക്റ്റ്, യെസ്. സോ നെഗറ്റീവ് കാറ്റലിസ്റ്റ് നിങ്ങൾ തന്നെ പറയാം, പറഞ്ഞോ. പോസിറ്റീവ് കാറ്റലിസ്റ്റ് ഒരു റിയാക്ഷൻ്റെ വേഗതയെ കൂട്ടുമ്പോൾ നെഗറ്റീവ് കാറ്റലിസ്റ്റ് എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും നെഗറ്റീവാണ്. ഓൻ ഫുള്ള് നെഗറ്റീവ് എന്ന് പറയത്തില്ലേ? അതുപോലെ നെഗറ്റീവ് കാറ്റലിസ്റ്റ് ദർ ആർ സർട്ടൻ സബ്സ്റ്റൻസ് വിച്ച് വെൻ ആഡഡ് ടു ദ റിയാക്ഷൻ വിച്ച് retard the reaction rate instead of increasing it. These are called negative catalysts or inhibitors and the phenomenon is known as negative catalysis. Simple ആണ്. എന്താണ്? ഒന്നുമില്ല, റിയാക്ഷൻ്റെ സ്പീഡ് അല്ലെങ്കിൽ റേറ്റ് കുറയ്ക്കുന്ന കാറ്റലിസ്റ്റ്. ഓക്കെ, അവരെയാണ് എന്ത് വിളിക്കുന്നത്? നെഗറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിളാണ് ഇമ്പോർട്ടൻറ്റ്. The oxidation of sodium sulfate by air is retarded by alcohol. റിട്ടാർഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? കുറയ്ക്കുക, ഡിക്രീസ് ചെയ്യുക എന്നർത്ഥം. ഓക്കെ, നെഗറ്റീവ് കാറ്റലിസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞത് ഓർക്കുക. ഓക്സിഡേഷൻ ഓഫ് സോഡിയം സൾഫേറ്റ് Na2SO3 by air is retarded by alcohol. സോഡിയം സൾഫേറ്റ് ഓക്സിജനുമായിട്ട് എയറുമായിട്ട് കമ്പൈൻ ചെയ്യുകയാണ്. ഇവിടെ ആൽക്കഹോൾ നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. എന്താ സംഭവിക്കുന്നത്? ആ റിയാക്ഷൻ്റെ റേറ്റ് കുറയുന്നു. ആ റിയാക്ഷൻ റേറ്റ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. Na2SO4 ആയി. അതായത് ഓക്സിഡേഷൻ ഓഫ് സോഡിയം സൾഫേറ്റ് റിട്ടാർഡഡ് ബൈ ആൽക്കഹോൾ ഉൽപ്പന്നമായിട്ട് മാറിയപ്പോൾ ആ റിയാക്ഷൻ്റെ റേറ്റ് എന്ത് ചെയ്തു? കുറഞ്ഞു. സ്പീഡ് കുറയുക, ആ വേഗത, ആ റിയാക്ഷൻ്റെ വേഗത എന്ത് ചെയ്യുക? കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്ത ആളാരാ? ആൽക്കഹോൾ. സോ ആൽക്കഹോൾ ഈസ് എ നെഗറ്റീവ് കാറ്റലിസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ. The decomposition of hydrogen peroxide decreases in the presence of glycerin. എന്താണ് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഡീകമ്പോസിഷൻ? അവിടെ ഗ്ലിസറിൻ യൂസ് ചെയ്യുവാണെങ്കിൽ. ഓക്കെ, തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക. എല്ലാവർക്കും എക്സാമിന് തിരിഞ്ഞു പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ പറഞ്ഞു പോസിറ്റീവ് കാറ്റലിസ്റ്റ് ഡീകമ്പോസിഷൻ ഓഫ് H2O2 ആണ്. ഇവിടെ യൂസ് ചെയ്തത് കൊളോയിഡൽ പ്ലാറ്റിനം ആണ്. ഓക്കെ, അപ്പം ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഡീകമ്പോസിഷനിൽ കൊളോയിഡൽ പ്ലാറ്റിനം ആണ് കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ റിയാക്ഷൻ്റെ സ്പീഡ് കൂടുകയാണ്. ദാറ്റ് മീൻസ് കൊളോയിഡൽ പ്ലാറ്റിനം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് കാറ്റലിസ്റ്റ് ആണ്. എന്നാൽ സെയിം ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഡീകമ്പോസിഷനിൽ ഗ്ലിസറിൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, കാറ്റലിസ്റ്റ് ആയിട്ട് ഗ്ലിസറിൻ ആണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ റിയാക്ഷൻ്റെ റേറ്റ് കുറയുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് ഗ്ലിസറിൻ എന്താണ്? ഒരു നെഗറ്റീവ് കാറ്റലിസ്റ്റ്. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് കാറ്റലിസ്റ്റ് ആയിട്ടുള്ള രണ്ടാളുകൾ നമ്മൾ പരിചയപ്പെട്ടു, ഗ്ലിസറിനും ആൽക്കഹോളും. എല്ലാ കേസിലും ഇവർ നെഗറ്റീവ് കാറ്റലിസ്റ്റ് ആണെന്ന് പറയരുത്. ഓക്കെ, ഇവരുടെ ഈ രണ്ട് റിയാക്ഷനിൽ ആൽക്കഹോളും ദെൻ ഗ്ലിസറിനും എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? നെഗറ്റീവ് കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ രണ്ട് ടൈപ്പ് കഴിഞ്ഞു, പോസിറ്റീവ് കാറ്റലിസ്റ്റും നെഗറ്റീവ് കാറ്റലിസ്റ്റും. പോസിറ്റീവ് കാറ്റലിസ്റ്റ് റിയാക്ഷൻ്റെ റേറ്റ് അല്ലെങ്കിൽ സ്പീഡ് കൂട്ടുന്നു. നെഗറ്റീവ് കാറ്റലിസ്റ്റ് റിയാക്ഷൻ റേറ്റ് അല്ലെങ്കിൽ സ്പീഡ് കുറയ്ക്കും. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ, ഓട്ടോ കാറ്റലിസ്റ്റ്. അടുത്ത എന്താണ്? ഓട്ടോ കാറ്റലിസ്റ്റ്.
അപ്പം നമുക്ക് അറിയാം, സിമ്പിളാണ്. ഓട്ടോമാറ്റിക് വെഹിക്കിൾസ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഓട്ടോമാറ്റിക് അതായത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, നമ്മൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്താൽ മതിയാകും. നമുക്ക് എന്താണ്, ഗിയർ ചേഞ്ച് ഒന്നും ചെയ്യേണ്ട, അത് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആയിക്കോളും. ഓക്കെ, അപ്പം ഇവിടെ ശ്രദ്ധിക്കുക, സെയിം സെൻസാണ് ഓട്ടോ കാറ്റലിസ്റ്റ്. ഓട്ടോമാറ്റിക്കലി എന്തോ സംഭവിക്കുന്നുണ്ട്, എന്താണെന്ന് നമുക്ക് നോക്കാം. In certain reactions, it is observed that one of the products formed during the reaction acts as a catalyst for that reaction. Such type of catalyst is called autocatalyst, and the phenomenon is known as autocatalysis. എന്ത് നല്ല കാര്യം. നമ്മൾ പ്രത്യേകിച്ച് പുറത്തുനിന്നൊന്നും ആളെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു റിയാക്റ്റൻസ് റിയാക്ട് ചെയ്ത് പ്രോഡക്റ്റ് ആവും. ഓക്കെ, അപ്പം ചിലപ്പോൾ മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് ഉണ്ടാവും, അതിൽ ഒരു പ്രോഡക്റ്റ് തന്നെ കാറ്റലിസ്റ്റ് ആയിട്ട് അങ്ങ് ആക്ട് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? റിയാക്റ്റൻസ് റിയാക്ട് ചെയ്ത് പ്രോഡക്ട്സ് ആകുന്നു, ആ പ്രോഡക്ട്സിൽ ഒരാൾ തന്നെ എന്തായിട്ട് ആക്ട് ചെയ്യുകയാണ്, കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് അതിന് എന്ത് പേര് വിളിച്ചത്, ഓട്ടോ കാറ്റലിസ്റ്റ് എന്ന് പേര് വിളിച്ചത്. എന്താണ് ഓട്ടോ കാറ്റലിസ്റ്റ്? എക്സാമ്പിൾ നോക്കാം. ഇൻ ദ ഓക്സിഡേഷൻ ഓഫ് ഓക്സാലിക് ആസിഡ് by potassium permanganate, one of the products MnSO4 act as a autocatalyst because it increases the speed of the reaction. എന്താണ് ഇവിടെ നമ്മൾ ഓക്സാലിക് ആസിഡ്, ദിസ് ഇസ് ഓക്സാലിക് ആസിഡ് COOH ഓക്കെ, പ്ലസ് KMnO4. KMnO4 കേൾക്കുമ്പോഴറിയാം ഇറ്റ് ഈസ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. പൊട്ടാസ്യം പെർമാംഗനേറ്റും ഓക്സാലിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ ശ്രദ്ധിക്കുക, ഹിയർ MnSO4 എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടായി. MnSO4 എന്നൊരു പ്രോഡക്റ്റ് ഉണ്ടായി. ഈ പ്രോഡക്റ്റാണ് എന്ത് ചെയ്യുന്നത്, കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് ആ റിയാക്ഷൻ്റെ സ്പീഡിനെ കൂട്ടുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് പുറത്തുനിന്നൊരു കാറ്റലിസ്റ്റിനെ ഇവിടെ ആഡ് ചെയ്തിട്ടില്ല. ഉണ്ടായ ഉൽപ്പന്നത്തിൽ നിന്നും ഉണ്ടായ പ്രോഡക്ട്സിൽ നിന്നും ഒരാൾ തന്നെ കാറ്റലിസ്റ്റ് ആയിട്ട് അങ്ങ് ആക്ട് ചെയ്യുക. അതുകൊണ്ടാണ് എന്നെ വിളിച്ചത് ഓട്ടോ കാറ്റലിസ്റ്റ് എന്ന് വിളിച്ചത്. എന്ത് വിളിച്ചു? ഓട്ടോ കാറ്റലിസ്റ്റ്. ഓക്കെ ആണല്ലോ? യെസ്. സോ ദിസ് ഈസ് എ സിമ്പിൾ എക്സാമ്പിൾ ഫോർ ഓട്ടോ കാറ്റലിസ്റ്റ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുന്ന ഈ ഒരു റിയാക്ഷനിൽ ആരാണ് ഓട്ടോ കാറ്റലിസ്റ്റ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഓക്സാലിക് ആസിഡും പൊട്ടാസ്യം പെർമാംഗനേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആരാണ് ഇവിടെ ഓട്ടോ കാറ്റലിസ്റ്റ്, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ MnSO4 ആണ് എന്ത്, ഓട്ടോ കാറ്റലിസ്റ്റ് ആയിട്ട് അവിടെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. നെക്സ്റ്റ് വൺ, ഇൻഡ്യൂസ്ഡ് കാറ്റലിസ്റ്റ്. അടുത്ത എന്താണ്? ഇൻഡ്യൂസ്ഡ് കാറ്റലിസ്റ്റ്. നോക്കാം. വെൻ ഓൺ റിയാക്റ്റന്റ് ഇൻഫ്ലുവൻസസ് ദ റേറ്റ് ഓഫ് അതർ റിയാക്ഷൻ which does not occur under ordinary condition, the phenomenon is known as induced catalyst. സിമ്പിൾ ആണ്. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു ഓട്ടോ കാറ്റലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു പ്രോഡക്റ്റ്, അതായത് ഉണ്ടായ പ്രോഡക്റ്റിൽ ഒരാൾ എന്തായിട്ടും ആക്ട് ചെയ്തു, കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്തു. ഓക്കെ, എന്നാൽ ഇവിടെ ഇൻഡ്യൂസ്ഡ് കാറ്റലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന റിയാക്റ്റൻറ്റിൽ ഒരാളാണ് കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, നോക്കാം. വെൻ വൺ ഓഫ് ദ റിയാക്റ്റൻറ്റ് ഇൻഫ്ലുവൻസസ് ദ റേറ്റ് ഓഫ് അതർ റിയാക്ഷൻ which does not occur under ordinary condition, the phenomenon is known as induced catalysis. അതായത് എടുക്കുന്ന റിയാക്റ്റൻ്റ് ആണ് ആ റിയാക്ഷൻ്റെ സ്പീഡിനെ എന്ത് ചെയ്യുന്നത്, അൾട്ടർ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അത് ചിലപ്പം സാധാരണ ഒരു ഓർഡിനറി കണ്ടീഷനിലൊന്നും നടന്നു എന്ന് വരില്ല, ആ റിയാക്ഷൻ നടന്നു എന്ന് വരില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണെന്ത്, ഇൻഡ്യൂസ്ഡ് കാറ്റലിസ്റ്റ്. എന്താണ്? ഇൻഡ്യൂസ്ഡ് കറ്റാലിസിസ്, അല്ലെങ്കിൽ ആ ഫിനോമിനയാണ് ഇൻഡ്യൂസ്ഡ് കറ്റാലിസിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോഡിയം ആഴ്സനൈറ്റ് സൊല്യൂഷൻ ഈസ് നോട്ട് ഓക്സിഡൈസ്ഡ് ബൈ എയർ. അതായത് സാധാരണ കണ്ടീഷനിൽ സോഡിയം ആഴ്സനൈറ്റ് സൊല്യൂഷൻ എന്ത് ചെയ്യത്തില്ല, ഓക്സിഡേഷൻ, എയറുമായി ഓക്സിഡേഷന് വിധേയമാകത്തില്ല. ഓക്കെ, ഇഫ് ഹവർ air is passed through a mixture of the solution of sodium arsenate and sodium sulfite. അപ്പോൾ ശ്രദ്ധിക്കുക, സോഡിയം നമ്മൾ പറഞ്ഞത് സോഡിയം ആഴ്സനേറ്റ് എയറുമായിട്ട് ഓക്സിഡേഷന് വിധേയമാകില്ല എന്നാണ് പറഞ്ഞത്. ഓക്സിഡേഷന് വിധേയമാകില്ല. ഓക്കെ, എന്നാൽ ഈ സോഡിയം ആഴ്സനൈറ്റ്
ആരുമായിട്ടാണ്? സോഡിയം സൾഫൈറ്റുമായിട്ട് ചേർത്ത് ആ മിക്സ്ചർ ഓക്സിഡേഷന് വിധേയമാകുമ്പോൾ അണ്ടർഗോ സൈമിൾട്ടേനിയസ് ഓക്സിഡേഷൻ. എന്ത് സംഭവിക്കും? അവിടെ ഓക്സിഡേഷൻ നടക്കും. മനസ്സിലായോ? Thus, sulfite has induced the arsenite and hence it is called induced catalyst. അപ്പോൾ ഈ റിയാക്ഷനിൽ സോഡിയം സൾഫൈറ്റ് എന്തായിട്ട് ആക്ട് ചെയ്തു? ഇൻഡ്യൂസ്ഡ് കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്തു. ക്ലിയർ? അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, ഇൻഡ്യൂസ്ഡ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു റിയാക്റ്റൻ്റ് തന്നെ ആ രാസപ്രവർത്തനത്തിൻ്റെ റേറ്റിനെ ഡിറ്റർമൈൻ ചെയ്യും, കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യും. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞു, സോഡിയം സൾഫൈറ്റിനെ സോഡിയം ആഴ്സനൈറ്റ് നോർമൽ കണ്ടീഷനിൽ ഓക്സിഡേഷന് വിധേയമാകില്ല. എന്നാൽ ഈ സോഡിയം ആഴ്സനൈറ്റിനെ സോഡിയം സൾഫൈറ്റുമായിട്ട് മിക്സ് ചെയ്താൽ ഓക്സിഡേഷൻ നടക്കും. കാരണം എന്താ? അവിടെ സോഡിയം സൾഫൈറ്റ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? ഇൻഡ്യൂസ്ഡ് കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അവിടെ ഓക്സിഡേഷൻ നടക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം 4 ടൈം നമ്മൾ പറഞ്ഞു: പോസിറ്റീവ് കാറ്റലിസ്റ്റ്, നെഗറ്റീവ് കാറ്റലിസ്റ്റ്, ഓട്ടോ കാറ്റലിസ്റ്റ് ആൻഡ് ഇൻഡ്യൂസ്ഡ് കാറ്റലിസ്റ്റ്. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് ഒരിക്കലും എന്താണ് ഇൻഡ്യൂസ്ഡ് കാറ്റലിസ്റ്റ്, എന്താണ് ഓട്ടോ കാറ്റലിസ്റ്റ് ചോദിക്കില്ല. ഇവിടെ എന്താണ് പഠിക്കേണ്ടത്? എക്സാമ്പിളാണ് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് എക്സാമ്പിൾ കിട്ടുന്നോ അത്രത്തോളം എക്സാമ്പിൾ കളക്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് റിപ്പീറ്റിംഗ് ആയിട്ട് ചോദിച്ച് കണ്ടുവരുന്ന എക്സാമ്പിൾസ് ആണ് ഞാൻ കോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് ഓട്ടോ കാറ്റലിസ്റ്റ്, പോസിറ്റീവ് കാറ്റലിസ്റ്റ്, നെഗറ്റീവ് കാറ്റലിസ്റ്റ്, ദെൻ അതേപോലെ ഇൻഡ്യൂസ്ഡ് കാറ്റലിസ്റ്റിനെല്ലാം എക്സാമ്പിൾ കൃത്യമായിട്ട് ഷാർപ്പായിട്ട് പഠിച്ചു വെക്കുക. അവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ 4 ടേംസ് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് ടേംസ് ആണ്. ഒന്ന് പ്രൊമോട്ടേഴ്സ്. എന്താണ് പ്രൊമോട്ടേഴ്സ്? പ്രത്യേകിച്ചൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നോക്കാം. The activity of a catalyst can be increased by addition of small quantity of second material. A substance which, though itself not a catalyst, promotes the activity of a catalyst is called a promoter. അതായത് പ്രത്യേകിച്ച് ഒന്നുമില്ല, പ്രൊമോട്ട് ചെയ്യുക, ഒരാളെ പ്രൊമോട്ട് ചെയ്യുക, അതായത് അയാളുടെ ആക്ടിവിറ്റി എന്ത് ചെയ്യുക, ഒന്നുകൂടി എന്ത് ചെയ്യുക, എൻഹാൻസ് ചെയ്യിപ്പിക്കുക. ഓക്കെ, അപ്പം പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റി എന്ത് ചെയ്യുന്നു? അവർ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നു, പ്രൊമോട്ട് ചെയ്യിപ്പിക്കുന്നു. അപ്പം കാറ്റലിസ്റ്റിന് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അവരുടെ ആക്ടിവിറ്റിയെ വീണ്ടും എന്ത് ചെയ്യുകയാണ്? ത്വരിതപ്പെടുത്തുകയാണ്, ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ കഴിവുള്ളവരാണ് പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റിയെ ഇൻക്രീസ് ചെയ്യിക്കുവാൻ കഴിവുള്ള വസ്തുക്കളാണ് ആര്? പ്രൊമോട്ടേഴ്സ്. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, എ സബ്സ്റ്റൻസ് വിച്ച് ദോ ഇറ്റ് സെൽഫ് നോട്ട് എ കാറ്റലിസ്റ്റ്. എന്താണ്? പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്ന ഒറ്റയ്ക്ക് അവരൊരു കാറ്റലിസ്റ്റ് അല്ല. അതായത് പ്രൊമോട്ടേഴ്സ് കാറ്റലിസ്റ്റ് അല്ല, അതാണ് ഓർക്കേണ്ടുന്ന കാര്യം. ഓക്കെ, പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത് അവർ കാറ്റലിസ്റ്റ് അല്ല, കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റിയെ കൂട്ടുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് എന്ത്? പ്രൊമോട്ടേഴ്സ്. അവർ ഇറ്റ് സെൽഫ് നോട്ട് എ catalyst. Okay, such a type of material catalysts are called promoters. Some examples നോക്കാം. In the Haber process for the synthesis of ammonia, traces of molybdenum increases the activity of finely divided ion which act as catalyst. ഇത്രയേ ഉള്ളൂ. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു ഹേബർ പ്രോസസ്സ്, നൈട്രജനും ഹൈഡ്രജനും കൂടെ ചേർന്ന് അമോണിയ ആകുന്നു. അവിടെ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ആരാണെന്ന് നമ്മൾ പറഞ്ഞു? സ്പോഞ്ചി അയൺ ആണ്. ആരാണ്? സ്പോഞ്ചി അയൺ ആണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, സ്പോഞ്ചി അയൺ അമോണിയയുടെ സിന്തസിസിനെ ഇൻക്രീസ് ചെയ്യിക്കുന്ന ഒരാളാണ്. ഓൾറെഡി നമ്മൾ പഠിച്ചു, പോസിറ്റീവ് കാറ്റലിസ്റ്റിനെ പഠിച്ചു. ഓക്കെ, എന്നാൽ ഈ സ്പോഞ്ചി അയണിൻ്റെ അല്ലെങ്കിൽ ഫൈനലി ഡിവൈഡഡ് ആയിട്ടുള്ള ഈ അയണിൻ്റെ ആക്ടിവിറ്റിയെ വീണ്ടും കൂട്ടുവാൻ കഴിവുള്ള ഒരാളാണ് മൊളിബിഡിനം. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ മൊളിബിഡിനം ഒരു കാറ്റലിസ്റ്റ് അല്ല. ഒന്നുകൂടി പറയാം, ഹേബർ പ്രോസസ് എന്ന് പറഞ്ഞാൽ നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ ആകുന്നു. സിമ്പിൾ. അവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ഫൈനലി ഡിവൈഡഡ് ആയിട്ടുള്ള അയണാണ്. അതിലും തർക്കമില്ല. ഓക്കെ,
ഫൈനലി ഡിവൈഡ് ആയിട്ടുള്ള അയൺ ഒരു പോസിറ്റീവ് കാറ്റലിസ്റ്റ് ആണ്. അവിടെ താല്പര്യമുണ്ടോ? അവിടെ തർക്കമുണ്ടോ? ഇല്ല, അത് പോസിറ്റീവാണ്. കാരണം എന്താണ്? റേറ്റിനെ കൂട്ടുകയാണ്. മറക്കണ്ടെന്ന ഈ സ്പോഞ്ചി അയണിൻ്റെ ആക്ടിവിറ്റിയെ കൂട്ടുവാൻ കഴിവുള്ള ഒരാളാണ് ആര്? മൊളിബിഡിനം. ദാറ്റ് മീൻസ് മൊളിബിഡിനം ഈസ് എ പ്രൊമോട്ടർ ഇൻ ഹേബർ പ്രോസസ്. അതായത് ഒരു പിഞ്ച് ഓഫ് മൊളിബിഡിനെ അങ്ങോട്ട് ആഡ് ചെയ്യപ്പെടുന്നതിന്, അല്ലെങ്കിൽ ഒരു ട്രേസസ് ഓഫ് വളരെ സ്മോൾ ക്വാണ്ടിറ്റി മതിയല്ല, കാറ്റലിസ്റ്റ് തന്നെ വളരെ സ്മോൾ ക്വാണ്ടിറ്റി മതിയെന്ന് ഓൾറെഡി നമ്മൾ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സിൽ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പ്രൊമോട്ടറിൻ്റെ അളവോ വളരെ ട്രേസ് എമൗണ്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ട്രേസ് ഓഫ് മൊളിബിഡിനെ ആഡ് ചെയ്യുമ്പോൾ സ്പോഞ്ചി അയണിൻ്റെ ആക്ടിവിറ്റി വീണ്ടും കൂടും. മനസ്സിലായോ? അപ്പോൾ ഉണ്ടാകുന്ന പ്രോഡക്റ്റിൻ്റെ, അതായത് ആ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് വീണ്ടും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് പ്രൊമോട്ടേഴ്സ്. മറക്കരുത്, അതാണ് പ്രൊമോട്ടേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ പറയുന്നു കാറ്റലിറ്റിക് പോയിസൺസ്. പേര് പോലെ തന്നെ പോയിസണാണ്, വിഷമാണ്. ഓക്കെ, എന്താണെന്ന് നോക്കാം. എ സബ്സ്റ്റൻസ് which destroys the activity of the catalyst is called poison. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു പ്രൊമോട്ടർ. എന്താണ് പ്രൊമോട്ടർ പറഞ്ഞത്? കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റിയെ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യിപ്പിക്കുവാൻ കഴിവുള്ള വസ്തുക്കൾ. എന്നാൽ കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റിയെ ഡിസ്ട്രോയ് ചെയ്യിക്കുവാൻ കഴിവുള്ള വസ്തുക്കളാണ് ആര്? കാറ്റലിറ്റിക് പോയിസൺ. ഓക്കെ, അപ്പം പേര് പോലെ തന്നെ കാറ്റലിറ്റിക് പോയിസൺ, കാറ്റലിറ്റിൻ്റെ അതായത് കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റിയെ പോയിസൺ കൊടുത്ത് നശിപ്പിക്കുന്നു, ഡിസ്ട്രോയ് ചെയ്യുന്നു. ദാറ്റ് ഈസ് കാറ്റലിറ്റിക് പോയിസൺസ്. ഓക്കെ, ആൻഡ് ദ പ്രോസസ് ഈസ് നോൺ ആസ് കാറ്റലിറ്റിക് പോയിസണിങ്. ഇതാണ് കാറ്റലിറ്റിക് പോയിസണിങ്. സം ഓഫ് ദ എക്സാമ്പിൾ നോക്കാം. ദ പ്ലാറ്റിനം കാറ്റലിസ്റ്റ് ഈസ് യൂസ്ഡ് in the oxidation of SO2 in contact process is poisoned by arsenious oxide. അതായത് SO2 പ്ലസ് O2 കോണ്ടാക്ട് പ്രോസസ്സാണ്. ആരുടെ മാനുഫാക്ചർ ആണ്? സൾഫ്യൂരിക് ആസിഡിൻ്റെ മാനുഫാക്ചർ ആണ്. ഓർക്കുക. ഓക്കെ, SO2 പ്ലസ് O2 ഇവിടെ നമ്മൾ പറഞ്ഞു പ്ലാറ്റിനമാണ് കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തത്. ഓക്കെ, ഇവിടെ ആഴ്സനിയസ് ഓക്സൈഡ് ആഡ് ചെയ്യുമ്പോൾ പ്ലാറ്റിനം അവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ വളരെ ട്രേസ് എമൗണ്ട് ഓഫ് ആഴ്സനിയസ് ഓക്സൈഡ് ആഡ് ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? ഈ പ്ലാറ്റിനത്തിൻ്റെ ആക്ടിവിറ്റി എന്ത് ചെയ്യും? കുറയും. റിയാക്ഷൻ്റെ റേറ്റിനെ അത് എഫക്റ്റ് ചെയ്യും. മനസ്സിലായോ? എന്നാൽ ഈ കാറ്റലിറ്റിക് പോയിസൺ എന്ന് പറയുന്ന ഒരു കാറ്റലിസ്റ്റ് ആണോ? അല്ല. കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റിയെ നശിപ്പിക്കാൻ വരുന്ന വസ്തു, അതാണ് കാറ്റലിറ്റിക് പോയിസൺ. അപ്പം പേര് മറക്കണ്ട, ആഴ്സനിക് ഓക്സൈഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കാറ്റലിറ്റിക് പോയിസൺ ആണെന്ന് ഓർക്കുക. ഓക്കെ, ആഴ്സനിയസ് ഓക്സൈഡ് എന്ന് പറയുന്നത് എന്താണ്? കാറ്റലിറ്റിക് പോയിസൺ ആണ് എന്നുള്ള കാര്യം ഓർക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ കാറ്റലിറ്റിക് പ്രൊമോട്ടർ എന്താണെന്ന് മനസ്സിലായി, കാറ്റലിറ്റിക് പോയിസൺ എന്താണെന്ന് മനസ്സിലായി. കാറ്റലിറ്റിക് പോയിസണ് മറ്റൊരു എക്സാമ്പിളാണ് ദ അയൺ യൂസ്ഡ് ഇൻ ദ സിന്തസിസ് ഓഫ് അമോണിയ ഹേബർ പ്രോസസ് പോയിസൺഡ് ബൈ H2S. തൊട്ട് മുമ്പ് പറഞ്ഞു, മറക്കണ്ട, തിരിഞ്ഞു പോകരുത്. ഹേബർ പ്രോസസ് വീണ്ടും വന്നു. ഫൈനലി ഡിവൈഡഡ് ആയിട്ടുള്ള അയണാണ് കാറ്റലിസ്റ്റ് എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അവിടെ നമ്മൾ ട്രേസ് എമൗണ്ട് ഓഫ് മൊളിബിഡിനിയം ആഡ് ചെയ്തപ്പോൾ അയണിൻ്റെ ആക്ടിവിറ്റി കൂടിയിരുന്നു. ദാറ്റ് മീൻസ് മൊളിബിഡിനിയം എന്ന് പറയുന്നത് ഒരു പ്രൊമോട്ടറാണ് എന്ന് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു. ഓക്കെ, ഇവിടെ അതേ ഹേബർ പ്രോസസ്സിൽ അതേ സ്പോഞ്ചി അയണിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് എന്താണ്? H2S ആണ്. H2S ഹേബർ പ്രോസസ്സിൽ പോയിസണായിട്ട് ആഡ് ചെയ്യുമ്പോൾ ആ സ്പോഞ്ചി അയണിൻ്റെ ആക്ടിവിറ്റി കുറയുന്നു, റിയാക്ഷൻ റേറ്റിനെ അത് അഫക്റ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് എന്താണ്? H2S ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറയുന്നത് എന്താണ്? കാറ്റലിറ്റിക് പോയിസൺ ആണ്. എവിടെ? ഇൻ ഹേബർ പ്രോസസ്. ക്ലിയർ? ഓക്കെ ആണല്ലോ? അപ്പോൾ എക്സാമ്പിൾസ് മസ്റ്റായിട്ട് പഠിക്കുക. എക്സാമ്പിളാണ് ഇമ്പോർട്ടൻറ്റ്. വീണ്ടും ഞാൻ പറയുന്നു, എക്സാമ്പിൾ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പം ചോദിക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും, ഇൻ ഹേബർ പ്രോസസ്
which are അല്ലെങ്കിൽ which one of the following used as catalytic poison. അപ്പം താഴെ ചിലപ്പം ഹൈഡ്രജൻ സൾഫേറ്റ്, ഹൈഡ്രജൻ ഓക്സൈഡ്, ദെൻ ഹൈഡ്രജൻ ആഴ്സനൈഡ് എന്ന് പറഞ്ഞ കുറേ ഓപ്ഷൻ തരും. അതിനകത്ത് H2S കാണും. അപ്പോൾ ഇവിടെ കാറ്റലിറ്റിക് പോയിസണും കാണും. ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ചോദ്യം കാറ്റലിറ്റിക് പോയിസൺ ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മൊളിബിഡിനും ഉണ്ടായിരിക്കും ഓപ്ഷനിൽ. അപ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും, മൊളിബിഡിനിയമാണോ H2S ആണോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, പോയിസൺ ആണ് എങ്കിൽ H2S ആണ്, പ്രൊമോട്ടറാണ് മൊളിബിഡിനിയം. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ ഹിയർ ഹെബർ പ്രോസസ്സിൽ അയണിൻ്റെ പോയിസൺ ചെയ്യുകയാണ് ആര്? H2S. ഓക്കെ, H2S. ക്ലിയർ ആണല്ലോ? യെസ്. നെക്സ്റ്റ് ഒരു ടൈം കൂടെ നോക്കാം. ഇറ്റ് ഈസ് ആക്റ്റീവ് സെൻറ്റേഴ്സ്. എന്താണ് ആക്റ്റീവ് സെൻറ്റേഴ്സ്? ആക്റ്റീവ് സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വെരി സിമ്പിൾ, ആക്റ്റീവ് ആയിട്ടുള്ള കുറേ സെൻറ്ററുകൾ. ഓക്കെ, എവിടെയാണ് എന്താണെന്ന് നോക്കാം. The catalytic surface has unbalanced chemical bonds on it. The reactants' gaseous molecules are adsorbed on the surface by these free bonds. These accelerate the rate of the reaction. The distribution of free bonds on the catalytic surface is not uniform. These are crowded at the peaks, cracks, and corners of the catalyst. The catalytic activity due to adsorption of reacting molecule is maximum at these spots. These are therefore referred to as the active centers. If a catalyst has more active centers, then its catalytic activity is increased. ഒന്ന് മനസ്സിലായല്ലോ? എന്നാൽ വളരെ ലളിതമായിട്ട് പറയാം. അതായത് ആക്റ്റീവ് സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കാറ്റലിറ്റിക്സിൻ്റെ സർഫസിൽ, ഒരു കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ ഒരുപാട് കെമിക്കൽ ബോണ്ടുകൾ, ഫ്രീ ആയിട്ടുള്ള ഒരുപാട് കെമിക്കൽ ബോണ്ടുകൾ ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ അവിടെയാണ് റിയാക്ടൻ്റ് മോളിക്യൂൾസ് അഡ്സോർബ് ചെയ്ത് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതൊരു കാറ്റലിസ്റ്റ് ആണെങ്കിൽ ആ കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ, ദാണ്ട് ഈ കാണുന്ന സർഫസിലാണ് റിയാക്ടൻ്റ് മോളിക്യൂൾ വന്ന് എന്തായിട്ടിരിക്കുന്നത്? അഡ്സോർബ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്കൂ. ദിസ് ആക്സിലറേറ്റ് ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. The distribution of free bonds on the catalyst surface is not uniform. തൊട്ട് മുമ്പ് പറഞ്ഞു എന്താണ്, കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ ഒരുപാട് ഫ്രീ ആയിട്ടുള്ള ബോണ്ടുകൾ ഇങ്ങനെ കിടക്കുകയാണ്. ഓക്കെ, ആ ഫ്രീ ബോണ്ട് എന്ന് പറഞ്ഞാൽ യൂണിഫോം അല്ല. അതായത് ഈ ഒരു സർഫസിൽ ഇങ്ങനെ യൂണിഫോം ആയിട്ടല്ല, ചിലപ്പോൾ ഇവിടെ കൂടുതൽ കാണും, ഇവിടെ എന്താണ് കുറവായിരിക്കും, ഇവിടെ വളരെ കൂടുതൽ കാണും. ഓക്കെ, അതായത് ഇത് കൂടുതലായിരിക്കും എവിടെയാണ്? ക്രൗഡഡ് അറ്റ് ദി പീക്സ്, ക്രാക്സ് ആൻഡ് കോർണേഴ്സ് ഓഫ് ദി കാറ്റലിസ്റ്റ്. ഒരു കാറ്റലിസ്റ്റിൻ്റെ പീക്സിലും ക്രാക്സിലും കോർണേഴ്സിലും ഒക്കെ ആ ബോണ്ടിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. ഓക്കെ ആണല്ലോ? ആ ഒരു പൊസിഷനെ അല്ലെങ്കിൽ ദ കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഡ്യൂ ടു അഡ്സോർപ്ഷൻ ഓഫ് റിയാക്ടിംഗ് മോളിക്യൂൾ ഇസ് മാക്സിമം അറ്റ് ദി സ്പോട്ട്. ആ ഒരു സ്പോട്ടുകളിൽ കാറ്റലിറ്റിക് ആക്ടിവിറ്റി കൂടുതലായിരിക്കും. ദീസ് ആർ ദെയർഫോർ ഇറ്റ് ഈസ് റെഫർഡ് ടു ആസ് ആക്റ്റീവ് സെൻറ്റേഴ്സ്. അപ്പോൾ ആ സ്പോട്ടുകളെ വിളിക്കുന്ന പേരാണിത് ആക്റ്റീവ് സെൻറ്റേഴ്സ്. മനസ്സിലായോ? അതായത് ഒരു കാറ്റലിസ്റ്റ് അതിൻ്റെ സർഫസിൽ ഫ്രീ ആയിട്ടുള്ള ഒരുപാട് ബോണ്ടുകൾ കാണപ്പെടുന്നു. അവിടെ റിയാക്ടിങ് മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു? അഡ്സോർബ് ചെയ്തിരിക്കുന്നു. ആ ഫ്രീ ആയിട്ടുള്ള ബോണ്ട്സ് എന്നാൽ യൂണിഫോം അല്ല. ആ കാറ്റലിസ്റ്റിൻ്റെ കോർണേഴ്സിലും പീക്സിലും ക്രാക്സിലും ഒക്കെ ആ സ്പോട്ട് കൂടുതലായിരിക്കും, ബോണ്ടുകൾ കൂടുതലായിരിക്കും. ആ സ്പോട്ടിൽ എന്താണ്? കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റിയും കൂടുതലായിരിക്കും. ആ സ്പോട്ടിനെ വിളിക്കും ആക്റ്റീവ് സെൻറ്റേഴ്സ്. ഓക്കെ ആണല്ലോ? ഇതാണ് എന്തെന്ന് വിളിക്കുന്നത്? ആക്റ്റീവ് സെൻറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇഫ് എ കാറ്റലിസ്റ്റ് ഹാസ് മോർ ആക്റ്റീവ് സെൻറ്റേഴ്സ് ദെൻ ഇറ്റ്സ് കാറ്റലിറ്റിക് ആക്ടിവിറ്റീസ് ഓൾസോ ഇൻക്രീസസ്. അതായത് ആക്റ്റീവ് സെൻറ്റേഴ്സ് ഒരു കാറ്റലിസ്റ്റിൽ കൂടുതലാണ് എങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ആക്ടിവിറ്റി എന്ത് ചെയ്യും? കൂടും. അപ്പോൾ ഇതാണ് ആക്റ്റീവ് സെൻറ്റേഴ്സ് എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ആക്റ്റീവ് സെൻറ്റർ എന്ന് കേൾക്കുമ്പോഴേ സർഫസ്, യൂണിഫോം അല്ലാത്ത ബോണ്ടുകൾ, എവിടെയാണോ ബോണ്ടുകൾ കൂടുതൽ അല്ലേ, എവിടെയാണോ ബോണ്ടുകൾ കൂടുതൽ അവിടെ എന്ത് സംഭവിക്കും? ആക്ടിവിറ്റി കൂടും. അവരെ എന്ത് വിളിക്കും? ആക്റ്റീവ് സെൻറ്റേഴ്സ് എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ? യെസ്. അപ്പം നമ്മൾ ബേസിക് ആയിട്ടുള്ള ടേംസ് എല്ലാം കഴിഞ്ഞു. പോസിറ്റീവ് കാറ്റലിസ്റ്റ്, നെഗറ്റീവ് കാറ്റലിസ്റ്റ്, ഔട്ടോ കാറ്റലിസ്റ്റ്, ദെൻ
induced catalyst, promoters, catalytic poisons, and now active centers. ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള ടേംസ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് തിയറിയാണ്. ശ്രദ്ധിക്കുക. Then we are going to the theories of catalysis. നോക്കാം. There are two main theories to explain catalysis. Catalysisനെ explain ചെയ്യാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ട് തിയറിയാണ്. ഓക്കെ, രണ്ട് തിയറീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1, ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഫോർമേഷൻ തിയറി. എന്തൊരു എളുപ്പമുള്ള പേര് ഇല്ലേ? ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം ICFT, ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഫോർമേഷൻ തിയറി. ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഫോർമേഷൻ തിയറി. അപ്പോൾ അതാണ് ഒരു തിയറി. കറ്റാലിസിസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു തിയറി. രണ്ടാമത്തെ തിയറി ഇറ്റ് ഈസ് അഡ്സോർപ്ഷൻ തിയറി. Intermediate compound formation theory and adsorption theory. These are the theories which can easily explain catalysis. In general, the intermediate compound formation theory applies to homogeneous catalytic reaction. ഓർത്തു വച്ചിരിക്കുക. ICFT അതായത് ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഫോർമേഷൻ തിയറി എപ്പോഴും യൂസ്ഫുൾ ആവുന്നത് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നത് എവിടെയാണ്? ഹോമോജീനസ് കാറ്റലിറ്റിക് റിയാക്ഷൻസിലാണ്. അപ്പോൾ ഉറപ്പായിട്ടും അഡ്സോർപ്ഷൻ തിയറി എവിടെയായിരിക്കും? യെസ്, ഡെഫിനറ്റ്ലി അത് ഹെറ്ററോജീനസ് കറ്റാലിസിസ് ആയിരിക്കും. ഓക്കെ, അപ്പം കാറ്റലിറ്റിക് റിയാക്ഷനെ പ്രധാനമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ രണ്ട് തിയറീസ് ആണ്. നമ്പർ വൺ ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഫോർമേഷൻ തിയറി. കേൾക്കുമ്പോഴേ ഇൻ്റർമീഡിയറ്റ് ഹോമോജീനസ്. ഓക്കെ, രണ്ടാമത് അഡ്സോർപ്ഷൻ തിയറി. അഡ്സോർപ്ഷൻ ഹെറ്ററോജീനസ്. മറക്കണ്ട, അഡ്സോർപ്ഷൻ ഹെറ്ററോജീനസ്. ഓക്കെ ആണല്ലോ. ഇനി ഓരോ തിയറി എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്പർ 1, the intermediate compound formation theory. Intermediate compound formation theory എന്താണെന്ന് നോക്കാം. According to this theory, the catalyst first forms an intermediate compound with one of the reactants. The compound is formed with less energy consumption than needed for the actual reaction. The intermediate compound, being unstable, combines with the other reactants to form the desired product and the catalyst is regenerated. അത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്പർ 1, the catalyst first forms an intermediate compound with one of the reactant. നിങ്ങൾക്ക് ഫിഗർ ഉൾപ്പെടെ പറയുമ്പോഴായിരിക്കും കുറച്ചും കൂടി ക്ലിയർ ആവുന്നത്. നോക്കാം. ഫോർ എക്സാമ്പിൾ, റിയാക്ഷൻ ടൈപ്പ് ആണ് A+B gives AB എന്നൊരു റിയാക്ഷൻ. എയും ബിയും ചേർന്ന് എന്തായിട്ട് മാറുന്നു? AB എന്ന് പറയുന്നൊരു പ്രൊഡക്റ്റായിട്ട് മാറുന്നു. അവിടെ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് C ആണ്. ഇതൊരു ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആണ്. ഓക്കെ, ഇതാണ് ഒരു ജനറൽ റിയാക്ഷൻ. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഫോർമേഷൻ തിയറി പ്രകാരം നടക്കുന്നത് ഇതാണ്. ഫസ്റ്റ് എ എന്ന് പറയുന്ന കാറ്റലിസ്റ്റ് ആദ്യം എന്ത് ചെയ്യുന്നറിയാമോ? ആ എ എന്ന് പറയുന്ന കാറ്റലിസ്റ്റ് അല്ല, എ എന്ന് പറയുന്ന റിയാക്റ്റൻറ്റ്. എ എന്ന് പറയുന്ന റിയാക്റ്റൻറ്റ് ആദ്യം എന്ത് ചെയ്യുന്നറിയാമോ? കാറ്റലിസ്റ്റുമായിട്ട് അങ്ങ് ബന്ധം ഉണ്ടാക്കും. ബി എന്ന് പറയുന്ന റിയാക്റ്റൻറ്റുമായിട്ടല്ല, കാറ്റലിസ്റ്റുമായിട്ട് ചേർന്ന് AC എന്ന് പറയുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് അങ്ങ് ഫോം ചെയ്യും. ഓക്കെ, ഏതെങ്കിലും ഒരു റിയാക്റ്റൻറ്റ് മറ്റേ റിയാക്റ്റൻറ്റുമായിട്ടല്ല, മറ്റേ നമ്മുടെ കാറ്റലിസ്റ്റുമായിട്ട് ചേർന്ന് ഒരു ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട് അങ്ങ് ഫോം ചെയ്യും. ഓക്കെ, ഈ ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട് എന്ത് ചെയ്യും? അതിനുശേഷം ആ ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട് അടുത്ത റിയാക്റ്റൻറ്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് പ്രോഡക്റ്റ് ആവുകയും ചെയ്യും. നമ്മുടെ കാറ്റലിസ്റ്റ് റീജനറേറ്റ് ചെയ്യുകയും ചെയ്യും. മനസ്സിലായോ? ഒന്നുകൂടെ നമുക്ക് പറയാം. A+B gives AB. ഒന്നുകൂടെ ശ്രദ്ധിക്കൂ. A+B gives AB. ഇതാണ് ജനറൽ റിയാക്ഷൻ. AB ആണ് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഫോർമേഷൻ തിയറി പ്രകാരം ഒരു റിയാക്റ്റൻറ്റ് എ എന്ന് പറയുന്ന റിയാക്റ്റൻ്റ് ആദ്യം കാറ്റലിസ്റ്റുമായിട്ട് അങ്ങ് റിയാക്ട് ചെയ്ത് AC എന്ന് പറയുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട് അങ്ങ് ഫോം ചെയ്തു. ഓക്കെ, ആ ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട് എന്ത് ചെയ്തു?
ആ ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട് അടുത്ത റിയാക്റ്റൻറ്റുമായി ചേർന്ന് പ്രോഡക്റ്റും ഉണ്ടായി നമ്മുടെ കാറ്റലിസ്റ്റ് റീജനറേറ്റ് ചെയ്യുകയും ചെയ്യും. ദിസ് ഈസ് ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഫോർമേഷൻ തിയറി. ഓർക്കുക, ഇറ്റ് അപ്ലൈസ് ഇൻ ഹോമോജീനസ് കറ്റാലിസിസ്. ഓക്കെ ആണല്ലോ. ഇതാണ് ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഫോർമേഷൻ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ആ പേര് കേൾക്കുമ്പോഴേ ഇൻ്റർമീഡിയറ്റ് ആയിട്ടൊരു കോമ്പൗണ്ട് ഉണ്ടാകും. ഒരു റിയാക്റ്റൻറ്റ് കാറ്റലിസ്റ്റുമായിട്ട് ആക്ട് ചെയ്ത് ഒരു ഇൻ്റർമീഡിയറ്റ് ഉണ്ടാകും. ആ ഇൻ്റർമീഡിയറ്റ് വീണ്ടും അടുത്ത റിയാക്റ്റൻറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് പ്രോഡക്റ്റ് ഉണ്ടാകും. ഓക്കെ, പേരിൽ നിന്ന് തന്നെ ആ റിയാക്ഷൻ മുഴുവൻ പറയുക. നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ, ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഫോർമേഷൻ തിയറിക്ക് ഒരു എക്സാമ്പിളാണ് catalytic oxidation of SO2 to SO3 in the lead chamber process. SO2 എന്തായിട്ട് മാറുന്നു? SO3 ആയിട്ട് മാറുന്നു ലെഡ് ചേംബർ പ്രോസസ്സിൽ. ശ്രദ്ധിക്കുക, നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ഇവിടെ യൂസ് ചെയ്യുന്ന ലെഡ് ചേംബർ പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന ഒന്നാണ് നൈട്രിക് ഓക്സൈഡ്. ഓക്കെ, അപ്പോൾ ഹിയർ നമ്മുടെ റിയാക്ഷൻ വരുന്നത് SO2 പ്ലസ് O2 ഗിവ്സ് SO3 എന്നാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ SO2 എന്ന് പറയുന്ന ഒരു റിയാക്റ്റൻ്റ്, O2 എന്ന് പറയുന്ന മറ്റൊരു റിയാക്റ്റൻ്റ്. ആദ്യം എന്താ ചെയ്യുന്നത് അറിയുമോ? ഇവിടുത്തെ കാറ്റലിസ്റ്റ് ആയിട്ടുള്ള NO ആയിട്ട് ഒരു റിയാക്റ്റൻ്റ്, ആരാ? O2, ഒരു റിയാക്റ്റൻ്റ് ജോയിൻ ചെയ്ത് ഒരു ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഉണ്ടായി. ആരാണ്? NO2 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ടായി, ഒരു ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട്, കാറ്റലിസ്റ്റും ഒരു റിയാക്റ്റൻറ്റും. ദെൻ ആ ഇൻ്റർമീഡിയറ്റ് അടുത്ത റിയാക്റ്റൻറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് എന്തായിട്ട് മാറി? പ്രോഡക്റ്റുമായി നമ്മുടെ കാറ്റലിസ്റ്റിനെ റീജനറേറ്റ് ചെയ്യുകയും ചെയ്തു. ക്ലിയർ ആണോ? സോ ലെഡ് ചേംബർ പ്രോസസ്സിൽ SO2 to SO3 by using NO. It is a simple example for intermediate compound formation theory. Okay? Yes. Next one it is രണ്ടാമത്തെ തിയറി എന്താണ്? അഡ്സോർപ്ഷൻ തിയറി. രണ്ടാമത്തെ തിയറി എന്താണ്? അഡ്സോർപ്ഷൻ തിയറി. Adsorption, not absorption. AD ആണ് adsorption theory. This theory explains the mechanism of heterogeneous catalysis. Here the catalyst functions by adsorption of reacting molecules on its surface. അതായത് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഹെട്രോജീനസ് കറ്റാലിസിസിനെയാണ് ഈ തിയറി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്ന് ഓൾറെഡി പറഞ്ഞു. ഇവിടെ കാറ്റലിസ്റ്റ് ഫങ്ഷൻസ് ബൈ അഡ്സോർപ്ഷൻ ഓഫ് ദ റിയാക്ടിംഗ് മോളിക്യൂൾസ് ഓൺ ഇറ്റ്സ് സർഫസ്. എന്താണ്? റിയാക്റ്റിംഗ് മോളിക്യൂളും കാറ്റലിസ്റ്റുമായിട്ട് അഡ്സോർബ് ചെയ്ത് എന്തിരിക്കുന്നു? അഡ്സോർബ് ചെയ്തിരുന്നാണ് പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇതിൻ്റെ തിയറി പ്രകാരം സിമ്പിൾ റെപ്രസെൻറ്റേഷൻ നോക്കാം. ഇവിടെ ഹിയർ ദിസ് ഇസ് എ കാറ്റലിറ്റിക് സർഫസ്. ഇതൊരു കാറ്റലിറ്റിക് സർഫസ് ആണ്. കാറ്റലിറ്റിക് സർഫസിൽ A എന്ന് പറയുന്ന ഒരു റിയാക്റ്റൻ്റ് പറ്റിപ്പിടിച്ചിരിക്കുന്നു, B എന്ന് പറയുന്ന മറ്റൊരു റിയാക്റ്റൻ്റ് പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഓക്കെ, ദെൻ ആഫ്റ്റർ സം ടൈം എന്ത് സംഭവിക്കുന്നു? ഈ അഡ്സോർബ് ചെയ്തിരിക്കുന്ന രണ്ട് റിയാക്റ്റൻറ്റും തമ്മിൽ ചേരുന്നു. ഓക്കെ, രണ്ട് റിയാക്റ്റൻറ്റും തമ്മിൽ ചേരുന്നു. ദെൻ അടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നു? റിയാക്റ്റൻ്റ് തമ്മിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാകുന്നു? രണ്ട് പ്രോഡക്റ്റ് ഉണ്ടാകുന്നു. C എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റും D എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റും ഉണ്ടാകുന്നു. അടുത്ത എന്താ സംഭവിക്കുന്നത്? അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതായത് കാറ്റലിസ്റ്റ് വേറെ പ്ലസ് രണ്ട് റിയാക്റ്റൻസ് ആയിട്ട് കിട്ടുന്നു. ദാറ്റ് മീൻസ് പ്രോഡക്ട്സ് ആൻഡ് കാറ്റലിസ്റ്റ് റീജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് അഡ്സോർപ്ഷൻ തിയറി. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ എന്താണ്? ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഫോർമേഷൻ തിയറിയിൽ എന്താണ്? ഒരു റിയാക്റ്റൻറ്റും ഒരു കാറ്റലിസ്റ്റും കൂടെ അങ്ങ് ആഡ് ചെയ്ത് ഒരു ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യുക. ആ ഇൻ്റർമീഡിയറ്റ് വന്ന് അടുത്ത റിയാക്റ്റൻറ്റുമായിട്ട് ഫോം ചെയ്തിട്ടാണ് എന്ത്? പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇവിടെ അങ്ങനെയല്ല. കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ രണ്ട് റിയാക്റ്റിംഗ് മോളിക്യൂൾ അബ്സോർബ് ചെയ്തിരിക്കുന്നു, ജോയിൻ ചെയ്യുന്നു, പ്രോഡക്റ്റ് ഉണ്ടാകുന്നു, കാറ്റലിസ്റ്റുമായിട്ട് വേർതിരിക്കുന്നു. ദിസ് ഈസ് അഡ്സോർപ്ഷൻ തിയറി. ഇതിൻ്റെ സ്റ്റെപ്സ് എന്താണെന്ന് നോക്കാം. സ്റ്റെപ്പ് നമ്പർ 1, അഡ്സോർപ്ഷൻ ഓഫ് റിയാക്റ്റൻറ്റ് മോളിക്യൂൾ. റിയാക്റ്റൻറ്റ് മോളിക്യൂൾ അഡ്സോർബ് ചെയ്യുന്നു. The reactant molecules A and B strikes the surface of the catalyst. They are held up at the surface by weak van der Waals forces or by partial chemical bonds. Very important point. Surface le absorb ചെയ്ത് ഒന്നുകിൽ weak van der Waals force ആവാം അല്ലെങ്കിൽ partial chemical bonds ആവാം. Step number 2 പറയുന്നു formation of activated complex. എന്താണ്? Formation of activated complex.
ഒരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് രണ്ടുകൂടെ ജോയിൻ ചെയ്ത് ഒരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. The particle of the reactant adjacent to one another to join form an intermediate complex. Activated complex is unstable. Step number 3, decomposition of activated complex. The activated complex breaks to form the products C and D, and the separated particles of the products hold to the catalyst surface by partial chemical bonds. Step number 4, desorption of products. The particles of the products are desorbed or released from the surface. ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. ഈ സ്റ്റെപ്സ് തന്നെയാണ് ഇവിടെ 4 സ്റ്റെപ്സ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഒന്നുകൂടെ പറയുന്നു, കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ 2 റിയാക്റ്റിംഗ് മോളിക്യൂൾ അഡ്സോർബ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ദെൻ അവർ ജോയിൻ ചെയ്ത് ഒരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആണ് ഇങ്ങനെ 2 പേരോട് ജോയിൻ ചെയ്ത് ഒരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നു. ഓക്കെ, ദെൻ ആ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്ത് ചെയ്യുന്നു? എന്തായിട്ട് മാറുന്നു? പ്രോഡക്റ്റായിട്ട് മാറുന്നു. ആ പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നു? സർഫസിൽ നിന്നും ഡീസോപ്ഷൻ ചെയ്യുന്നു. അതായത് അബ്സോർബ് ചെയ്തിരിക്കുകയല്ലേ, അതിനെ ഡീസോപ്ഷൻ റിലീസ് ചെയ്ത് ഡീസോർബ് ചെയ്ത് പ്രോഡക്ട്സും കാറ്റലിസ്റ്റുമായിട്ട് സെപ്പറേറ്റ് ചെയ്യണം. These are the 4 steps. ഒന്ന്, adsorb on the surface of the catalyst, ആര്? reacting molecules. 2, making activated complex. 3, product formation. 4, desorption. Okay, so these are the major steps in the process ആണ് adsorption theory. Okay, അപ്പോൾ 2 ടൈപ്പ് എന്ത് പഠിച്ചു? തിയറീസ് behind the catalysis. Catalysisനെ പിറകിലുള്ള 2 തിയറി, homogeneous catalysis and heterogeneous catalysis, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വൺ, ആപ്ലിക്കേഷൻ ഓഫ് catalysis. ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്പർ 1, പ്രോസസ്സും അവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റുമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 1 വേർഡിന് ചോദിക്കാം. ഓക്കെ, നമ്പർ 1, ഹേബേഴ്സ് പ്രോസസ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് അമോണിയ. അമോണിയയുടെ മാനുഫാക്ചർ പ്രോസസ്സാണ് എന്ത്? ഹേബർ പ്രോസസ്സ് എന്ന് പറയുന്നത്. അവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ആണ് ഫൈൻലി ഡിവൈഡഡ് അയൺ. അവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ആണ് ഫൈൻലി ഡിവൈഡഡ് അയൺ ആണ്. ഓർക്കുക, മൊളിബിഡിനമസ് പ്രൊമോട്ടേഴ്സ്. മൊളിബിഡിനമസ് പ്രൊമോട്ടേഴ്സ്. രണ്ടാമത്, ഓസ്റ്റ്വാൾഡ് പ്രോസസ്സ്. എന്താണ്? ഓസ്റ്റ്വാൾഡ് പ്രോസസ്സ്. ഓസ്റ്റ്വാൾഡ് എന്ന് കേൾക്കുമ്പോഴേ ഓർക്കുക, നൈട്രിക് ആസിഡിൻ്റെ മാനുഫാക്ചറാണ്. എന്താണ്? നൈട്രിക് ആസിഡിൻ്റെ മാനുഫാക്ചറാണ് ഓസ്റ്റ്വാൾഡ് പ്രോസസ്സ്. ഓസ്റ്റ്വാൾഡ് പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് പ്ലാറ്റിനിസ്ഡ് ആസ്പെറ്റോസ് ആണ്. പ്ലാറ്റിനൈസ്ഡ് ആസ്പെറ്റോസ് ആണ്. ആസ്പെറ്റോസ് എന്ന് ചോദിച്ചാലും കറക്റ്റാണ്. ഓക്കെ, അതാണ് അവിടെ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം അല്ലെങ്കിൽ കാറ്റലിസ്റ്റ്. ദെൻ ലെഡ് ചേംബർ പ്രോസസ്സ്. തൊട്ടും പറഞ്ഞു, ലെഡ് ചേംബർ പ്രോസസ്സ്, കോണ്ടാക്ട് പ്രോസസ്സ്, രണ്ടും എന്താണ്? സൾഫ്യൂരിക് ആസിഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ലെഡ് ചേംബർ പ്രോസസ്സിൽ എന്താണ് ഇവിടെ ഉപയോഗിക്കുന്നത്? നൈട്രിക് ഓക്സൈഡ് ആണ്. ലെഡ് ചേംബർ പ്രോസസ്സിൽ നൈട്രിക് ഓക്സൈഡ് ആണ്. ദെൻ കോണ്ടാക്ട് പ്രോസസ്സ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. കോണ്ടാക്ട് പ്രോസസ്സ് എന്ന് ചോദിച്ചാലും അത് എന്ത് തന്നെയാണ്? സൾഫ്യൂരിക് ആസിഡ് തന്നെയാണ്. ബട്ട് അവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ഒന്നുകിൽ പ്ലാറ്റിനൈസ്ഡ് ആസ്പെറ്റോസ്, വനേഡിയം പെൻഡോക്സൈഡ്. ഓക്കെ ആണോ? യെസ്. നെക്സ്റ്റ് വൺ, ഡിക്കൻസ് പ്രോസസ്. ഡിക്കൻസ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഡിക്കൻസ് എന്ന് കേൾക്കുമ്പോഴേ ഓർത്ത് വെച്ചിരിക്കുക, ക്ലോറിൻ ആണ്. എന്താണ്? ഡിക്കൻസ് എന്ന് കേൾക്കുമ്പോഴേ എന്താണ്? ഡെക്കൻസ് എന്നാണെങ്കിലും പറയാം. ക്ലോറിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ്. അവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് കുപ്രിക് ക്ലോറൈഡ്. എന്താണ്? കുപ്രിക് ക്ലോറൈഡ്. നെക്സ്റ്റ് വൺ, ബോഷ് പ്രോസസ്. ബോഷ് എന്ന് കേൾക്കുമ്പോഴേ ഓർക്കുക, ഇറ്റ് ഈസ് ഹൈഡ്രജൻ. എന്താണ്? ബോഷ് എന്ന് കേൾക്കുമ്പോഴേ ഹൈഡ്രജൻ. ഓക്കെ, അവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ഫെറിക് ഓക്സൈഡ് Fe2O3, ക്രോമിക് ഓക്സൈഡ് ആസ് പ്രൊമോട്ടേഴ്സ്. ഓക്കെ, അപ്പം ബോഷ് പ്രോസസ്സിൽ പ്രൊമോട്ടേഴ്സായിട്ട് ഉപയോഗിക്കുന്ന ആരാണ്? ക്രോമിക് ഓക്സൈഡ് ആണ് എന്ന് ഓർക്കുക. നെക്സ്റ്റ് വൺ, ഹൈഡ്രോജനേഷൻ ഓഫ് വെജിറ്റബിൾ ഓയിൽ. വെജിറ്റബിൾ ഓയിൽസിൻ്റെ ഹൈഡ്രോജനേഷൻ, അതായത് ഓയിലും ഹൈഡ്രജനുമായിട്ടൊക്കെ ചേർന്ന് വനസ്പതി ഗീ ഒക്കെ കിട്ടുന്ന പ്രോസസ്സ്. അവിടെ ഉപയോഗിക്കുന്നത് നിക്കലാണ്. ഫൈനലി ഡിവൈഡഡ് ആയിട്ടുള്ള നിക്കലാണ് അവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് ബെർജിയസ് പ്രോസസ് ഫോർ ദി സിന്തസിസ് ഓഫ് പെട്രോൾ ഫ്രം കോൾ. ബെർജിയസ് പ്രോസസ് എന്ന് കേൾക്കുമ്പോഴേ ഓർത്ത് വെച്ചിരിക്കുക, സിന്തസിസ് ഓഫ് പെട്രോൾ ആൻഡ് കോള്. പെട്രോളിനെയും കോളിനെയൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നതാണ് ബെർജിയസ് പ്രോസസ്. അവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ഫെറിക് ഓക്സൈഡ്. എന്താണ്? ഫെറിക് ഓക്സൈഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ് പ്രോസസ്സും അവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റുമാണ് ഈ പറഞ്ഞിരിക്കുന്നത്.
ഓർക്കുക, ചോദ്യം വരുന്നത് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ആസ് ദ പ്രൊമോട്ടർ ഇൻ ബോഷ് പ്രോസസ്? ചോദ്യം ഇങ്ങനെയാണ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ആസ് ദ പ്രൊമോട്ടർ ഇൻ ബോഷ് പ്രോസസ്. അപ്പം ബോഷ് പ്രോസസ്സിന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന ആളാരാ? ഫെറിക് ഓക്സൈഡാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷനിൽ 100% ഫെറിക് ഓക്സൈഡും ഉണ്ടാവും, ക്രോമിക് ഓക്സൈഡും ഉണ്ടാവും. ഓക്കെ, ഫെറിക് ഓക്സൈഡും ഉണ്ടാവും, ക്രോമിക് ഓക്സൈഡും ഉണ്ടാവും. ചോദ്യം അവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് അല്ല. കാറ്റലിസ്റ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഫെറിക് ഓക്സൈഡ് ആണ് ആൻസർ. ചോദ്യം എന്തായിരുന്നു? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് യൂസ്ഡ് ആസ് പ്രൊമോട്ടേഴ്സ് ഇൻ ബോഷ് പ്രോസസ്. പ്രൊമോട്ടർ ആരാണ് അവിടെ? ക്രോമിക് ഓക്സൈഡ് ആണ്. മനസ്സിലാവോ? അതുപോലെ തന്നെ ആയിരിക്കും മറ്റു ചോദ്യങ്ങൾ വരുന്നത്, ഇതർ കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ പ്രൊമോട്ടർ. അപ്പോൾ ഉറപ്പായിട്ട് അവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റിൻ്റെ പേരും ഓപ്ഷനിൽ ഉണ്ടായിരിക്കും, പ്രൊമോട്ടറിൻ്റെ പേരും ഓപ്ഷനിൽ ഉണ്ടായിരിക്കും. തിരിഞ്ഞു പോകുവാൻ പാടില്ല. ബർജിയസ് പ്രോസസ്സ് കേൾക്കുമ്പോഴേ ഫെറിക് ഓക്സൈഡ് ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഈ ഫെറിക് ഓക്സൈഡ് തന്നെയാണ് ബോഷ് പ്രോസസ്സിൻ്റെയും കാറ്റലിസ്റ്റ്. ഓക്കെ, വെനസ്പതി ഓയിലിൻ്റെ ഫോർമേഷൻ നിക്കലാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ദെൻ കോണ്ടാക്ട് പ്രോസസ്, പ്ലാറ്റിനൈസ്ഡ് ആസ്പെറ്റോസ് ഓർ വനേഡിയം പെൻഡോക്സൈഡ്. ലെഡ് ചേമ്പർ പ്രോസസ്, നൈട്രിക് ഓക്സൈഡ്. ഓസ്റ്റുവാൾഡ് പ്രോസസ് എന്ന് കേൾക്കുമ്പോഴേ നൈട്രിക് ഓക്സൈഡ് ആണ്, ഇറ്റ് ഈസ് പ്ലാറ്റിനൈസ്ഡ് ആസ്പെറ്റോസ്. ഹേബർ പ്രോസസ്സിൽ അയൺ ആണ്, ഓർക്കുക, മൊളിബിഡിനം ഈസ് ദ പ്രൊമോട്ടർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കറ്റാലിസിസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇനി എൻസൈം കറ്റാലിസിസ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കറ്റാലിസിസ് ഉണ്ട്. അത് പോർഷനിൽ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഉൾപ്പെടുത്താം. ഇതാണ് ജനറൽ കറ്റാലിസിസ് ആൻഡ് റിലേറ്റഡ് ഫാക്ട്സ്. ഓക്കെ, അപ്പോൾ എന്താണ് കാറ്റലിസ്റ്റ്, എന്താണ് കറ്റാലിസിസ്? സിമ്പിൾ കുറച്ച് എക്സാമ്പിൾസ്. പിന്നെ നമ്മൾ പറഞ്ഞു ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്, പ്രധാനമായിട്ടും 5 ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. നമ്പർ 1 ഓർമ്മയുണ്ടോ? ഒന്ന് ഓർത്ത് പറഞ്ഞേ. നമ്പർ 1, യെസ് പറയൂ. യെസ്, കെമിക്കൽ റിയാക്ഷന് ശേഷം മാസിനും കെമിക്കൽ കോമ്പോസിഷനിലും കാറ്റലിസ്റ്റിന് യാതൊരുവിധ ചേഞ്ചും വരാൻ പാടില്ല. നമ്പർ 2, വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലുള്ള കാറ്റലിസ്റ്റ് മതിയാകും. നമ്പർ 3, ഒരിക്കലും ഒരു കാറ്റലിസ്റ്റിന് ഒരു റിയാക്ഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇനിഷ്യേറ്റ് ചെയ്യാൻ സാധിക്കില്ല. നമ്പർ 4, കാറ്റലിസ്റ്റിന് ഇക്വിലിബ്രിയത്തിൻ്റെ പൊസിഷനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. ആൻഡ് ലാസ്റ്റ് വൺ, ഇറ്റ് ഈസ് 5th, എന്തായിരുന്നു 5ാമത്തത്? കാറ്റലിസ്റ്റിന് സ്പെസിഫിക് ഇൻ ആക്ഷൻ ആയിരിക്കും. ഓക്കെ, പിന്നീട് നമ്മൾ പറഞ്ഞത് കുറച്ച് ടേംസ് ആണ് അല്ലേ? പോസിറ്റീവ് കാറ്റലിസ്റ്റ്, നെഗറ്റീവ് കാറ്റലിസ്റ്റ്, കാറ്റലിറ്റിക് പ്രൊമോട്ടേഴ്സ്, കാറ്റലിറ്റിക് പോയിസൺസ്. കഴിഞ്ഞില്ല. ഓട്ടോ കാറ്റലിസ്റ്റ്, ഇൻഡ്യൂസ്ഡ് കാറ്റലിസ്റ്റ്, ആക്റ്റീവ് സെൻറ്റേഴ്സ്. കുറച്ച് ടേംസുകൾ നമ്മൾ പറഞ്ഞു. ദെൻ അതിനു മുമ്പ് 2 ടൈപ്പ് കറ്റാലിസിസ് ഉണ്ടെന്ന് പറഞ്ഞു. ഹോമോജീനസ് കറ്റാലിസിസും ഹെറ്ററോജീനസും ഉണ്ടെന്ന് പറഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ എക്സാമ്പിൾ സെയിം ഫേസ് ആണോ റിയാക്റ്റൻസും കാറ്റലിസ്റ്റും സെയിം ഫേസ് ആണെങ്കിൽ ഹോമോജീനസ്, റിയാക്റ്റൻസും കാറ്റലിസ്റ്റും ഡിഫറെൻറ്റ് ഫേസ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഹെറ്ററോജീനസ്. ഓക്കെ, ദെൻ നമ്മൾ 2 ടൈപ്പ് തിയറി പറഞ്ഞു. ഹോമോജീനസ് എന്ന് കേൾക്കുമ്പോഴേ ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഫോർമേഷൻ തിയറി ഓർക്കുക, ഹെറ്ററോജീനസ് എന്ന് കേൾക്കുമ്പോഴേ അബ്സോർപ്ഷൻ തിയറി ഓർക്കുക. 2 തിയറിയും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനും പറഞ്ഞു. ഏറ്റവും ലാസ്റ്റ് കുറച്ച് പ്രോസസ്സും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാറ്റലിസ്റ്റ്, പ്രൊമോട്ടേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് കറ്റാലിസിസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നന്നായി പഠിക്കുക, ഒരിക്കലും തിരിഞ്ഞു പോകരുത്. എക്സാമ്പിൾ കൃത്യമായിട്ട് എഴുതി പഠിക്കുവാൻ ശ്രമിക്കുക. ഓക്കെ, ചോദ്യം വരുന്നത് ത്രൂ ദി എക്സാമ്പിൾസ് ആയിരിക്കും, ഓർക്കുക. സോ നന്നായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.